This call is now being recorded. പ്രസന്റ് ആവുന്നുണ്ടോ ടീച്ചറെ? ഓക്കെ അല്ലേ? പ്രസന്റ് ആണ് കേട്ടോ. അതെ അതെ, ക്ലിയർ ആണ്. ഹലോ സോണി ടീച്ചറെ. പറഞ്ഞോളൂ, നമുക്ക് സ്റ്റാർട്ട് ആക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആര്യ? യെസ് മിസ്. അപ്പൊ മനസ്സ് നന്നാവട്ടെ, നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, റോബ്സൺ ഉണ്ട്. ഓക്കെ മിസ്. നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS തൃശൂർ ഡിസ്ട്രിക്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുന്ന സ്റ്റേറ്റ് ലെവൽ വെബിനാർ ഓൺ നാഷണൽ സർവീസ് സ്കീം ഫണ്ട് മാനേജ്മെന്റ് ഇൻ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നീയൊരു പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. NSS ഗീതത്തോടുകൂടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. NSS ഗീതം ചൊല്ലുവാൻ വേണ്ടി ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് തൃശൂരിലെ NSS വോളണ്ടിയറായ റോബ്സൺ ചീരനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാനൊരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. റോബ്സൺ, പ്ലീസ്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ,
മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. താങ്ക് യു റോബ്സൺ. ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ സ്വാഗത പ്രസംഗം നടത്തുന്നത് തൃശൂർ ഡിസ്ട്രിക്ട് NSS കോർഡിനേറ്ററായ ഡോക്ടർ ബിനു TV മാം ആണ്. മാമിനെ ഏറ്റവും ആദരവോടുകൂടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മാം പ്ലീസ്. താങ്ക് യു ആര്യ. മനസ്സ് നന്നാവട്ടെ. പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ സർ, രഞ്ജിത്ത് സർ, സോണി ടീച്ചർ, ഉണ്ണികൃഷ്ണൻ സർ, മറ്റ് പ്രോഗ്രാം ഓഫീസർമാരെ, കഴിഞ്ഞ ജൂണിലാണ് നമ്മൾ ആദ്യമായിട്ട് PFMSന്റെ ഒരു ഓൺലൈൻ വെബിനാർ സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് ലെവലിൽ. അന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഡയറക്ടറേറ്റുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഒരുപാട് NSS പ്രോഗ്രാം ഓഫീസർമാർ ഇത്തരത്തിലുള്ള ഒരു വെബിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. അതിന്റെ നമ്മൾ യൂട്യൂബ് ലിങ്കും ഷെയർ ചെയ്തു. ഒരു NSS പ്രോഗ്രാം ഓഫീസറെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ PFMS ഒരു കീറാമുട്ടിയായിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് സാറിന്റെ ആ ഒരു ക്ലാസിന്റെ ആ മികവ് കൊണ്ട് മാത്രം അത്രയും ആളുകളിലേക്ക്, അത്രയും പ്രോഗ്രാം ഓഫീസർമാരിലേക്ക് എത്തുകയും ഒപ്പം അവരുടെ സംശയങ്ങൾ ഒരു പരിധിവരെ ദൂരീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ PFMS എന്നുള്ള ഫണ്ട് മാനേജ്മെന്റിന്റെ രണ്ടാം ഘട്ടത്തില് ഇവിടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കുറവായിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നുകയാണ്. കാരണം ആ ഒരു പ്രോഗ്രാം അത്രയും വിജയിച്ചത് കൊണ്ടാണ് ഇതിലെ ഒരുപക്ഷെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കുറഞ്ഞത് എന്ന് ഞാൻ പോസിറ്റീവായിട്ട് അതിനെ വിലയിരുത്തുകയാണ്. ഇനി അന്നത്തെ ഒരു പ്രോഗ്രാമിൽ സംബന്ധിച്ച ചിലർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി പരക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ക്ലാരിഫിക്കേഷനും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സർട്ടിഫയം എന്ന ഒരു ആപ്പ് വഴിയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിലെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നത്. ഒരിക്കലും മാനുവൽ ആയിട്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ എൻഡിൽ ഒരു ഫീഡ്ബാക്ക് ഫോം കൊടുത്തിരുന്നു. ആ ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്ത എല്ലാവർക്കും തന്നെ ഓട്ടോമാറ്റിക്കായി സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾക്കോ പരിചയക്കാർക്കോ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഗൂഗിൾ ഫോം ഒരുപക്ഷെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇക്കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും PFMS NSSൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഈ സ്റ്റേറ്റ് ലെവൽ വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ മുജീബ് റഹ്മാൻ സാറാണ്. മുജീബ് റഹ്മാൻ സാറ് NSSനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും ഒപ്പത്തിനൊപ്പം നിന്ന് ഞങ്ങൾ കോർഡിനേറ്റേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വലിയ മനസ്സിന് ഉടമയാണ്. അദ്ദേഹത്തിനെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുജീബ് റഹ്മാൻ സാർ, വെൽക്കം. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമുക്കറിയാം, രഞ്ജിത്ത് സാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വെബിനാറിലൂടെയാണ് ഞാൻ രഞ്ജിത്ത് സാറിനെ പരിചയപ്പെട്ടത്. മുമ്പ് ETA ട്രെയിനിങ്ങിലും സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ ലളിതമായ രീതിയിലുള്ള സാറിന്റെ അവതരണം അത് എന്നും മികവ് പുലർത്തുന്ന ഒന്ന് തന്നെയാണ്.
ഒട്ടനവധി തിരക്കുകൾ, PhD സബ്മിഷൻ, പിന്നെ ഞങ്ങൾ കുറെ POs സാറിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ കോളുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും എല്ലാം സമയം കണ്ടെത്തി എന്താണ് NSS POസിന്റെ പ്രശ്നങ്ങൾ എന്ന് ഞങ്ങൾ ഷെയർ ചെയ്ത ആ ലിങ്ക് വഴി കണ്ടുപിടിച്ചുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ വളരെ സിമ്പിളായി എന്നാൽ വളരെ ഗഹനമായി തന്നെ അതിനെക്കുറിച്ച് പഠിച്ച് ഇന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാറിനെ തൃശ്ശൂർ ജില്ലാ NSS കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലും ഗവൺമെന്റ് സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിന്റെ പേരിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിലും ഹൃദ്യമായ സ്വാഗതം. വെൽക്കം സർ. അടുത്തതായി ഇന്ന് സ്വാഗതം എനിക്ക് ആശംസിക്കാനുള്ളത് ടീച്ചറോട് എത്തിച്ചേർന്നിട്ടില്ല. കാരണം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർഡിനേഷൻ കമ്മിറ്റിയും ഒപ്പം തന്നെ തൃശ്ശൂർ ഗവൺമെന്റ് സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജും കൂടി ചേർന്ന് അവിടുത്തെ NSS യൂണിറ്റുമായി ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ ഏതാനും സാങ്കേതിക കാരണങ്ങൾ മൂലം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ടീച്ചറുടെ അസാന്നിധ്യത്തിലും പ്രിൻസിപ്പലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ പ്രോഗ്രാം ഓഫീസർമാരായ സോണി ടീച്ചർ, നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ് വിന്നറാണ് സോണി ടീച്ചർ, ഉണ്ണികൃഷ്ണൻ മാഷ്, രണ്ടുപേർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഫലം അതിന്റെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ. തങ്ങളുടെ സംശയങ്ങളുമായി വന്ന നിങ്ങളെ എല്ലാവരെയും നിങ്ങളെല്ലാവരുടെയും സംശയങ്ങൾ ഒരു പരിധി വരെയെല്ലാം ദൂരീകരിക്കാൻ ഈ വെബിനാർ ഉപയുക്തമാകട്ടെ. ഈ ഒരു പ്രോഗ്രാമിന് എത്തിച്ചേർന്ന് പെട്ടെന്നാണ് നമ്മൾ അനൗൺസ്മെന്റ് ഒക്കെ കൊടുത്തത്. ഉച്ചയ്ക്കാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതും അനൗൺസ്മെന്റ് കൊടുത്തും ലിങ്ക് ഷെയർ ചെയ്തതും എല്ലാം. എന്നാലും ഒരു സൺഡേ ആയിരുന്നിട്ട് കൂടി NSSനോടുള്ള ആ ഒരു പ്രതിപത്തി മൂലമാണ് നമ്മളെല്ലാവരും ഒരു സൺഡേ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ദിവസമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് NSSനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഓരോ പ്രോഗ്രാം ഓഫീസർമാരും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ പ്രോഗ്രാം ഓഫീസർ സുഹൃത്തുക്കൾക്കും ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സോണി ടീച്ചറെ, ഉണ്ണികൃഷ്ണൻ മാഷയെയും രഞ്ജിത്ത് സാറിനെയും മുജീബ് സാറിനെയും എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ടും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷ പ്രസംഗം അലങ്കരിക്കാനായി ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിരുന്നത് ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് തൃശ്ശൂരിലെ പ്രിൻസിപ്പലായ PV അംബിക മാം ആണ്. എന്നാൽ സാഹചര്യങ്ങൾ മൂലം മാമിന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതിനാൽ എല്ലാവിധ ആശംസകളും അറിയിക്കാനായി ഏൽപ്പിച്ചിരിക്കുകയാണ്. നാഷണൽ സർവീസ് സ്കീം ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഈ ഒരു ടോപ്പിക്കിൽ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ലെവൽ വെബിനാർ ഇനോഗ്രേറ്റ് ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്ററായ ഡോക്ടർ മുജീബ് റഹ്മാൻ MP സാറാണ്. സാറിനെ ഏറ്റവും ആദരവോടുകൂടെ ഒരുപാട് സ്നേഹത്തോടുകൂടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. താങ്ക് യു വെരി മച്ച്. മനസ്സ് നന്നാവട്ടെ. ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ മുഖ്യ അതിഥിയുമായ രഞ്ജിത്ത് സാർ, തൃശ്ശൂർ ജില്ലാ NSS കോർഡിനേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ബിനു TV, ദേശീയ അവാർഡ് ജേതാവ്, അതുപോലെ തന്നെ എൻ്റെ മുൻ സഹപ്രവർത്തകയുമായിരുന്ന ഡോക്ടർ സോണി TL ടീച്ചർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട POമാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ POമാരുടെ ഒരുപാട് കാലത്തെ ആവശ്യമായിരുന്നു PFMS വഴങ്ങിക്കിട്ടുന്നില്ല. അങ്ങനെ വഴങ്ങിക്കിട്ടാനുള്ള ഒരു ക്ലാസ് അത് പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കണം എന്നുള്ളത്. കാരണം നമുക്ക് ആ PFMSന്റെ എല്ലാ കണക്കുകളും ക്ലിയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നമുക്ക് ഈ അടുത്ത് വരികയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയെ കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ സ്റ്റേറ്റ് സെല്ലും അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ സെന്ററും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ രഞ്ജിത്ത് സാറിനെ നിങ്ങൾക്ക് ഒരു
റിസോഴ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യം നമ്മുടെ റീജിയണൽ കോർഡിനേറ്റർ നമ്മളെ അറിയിക്കുന്നത്. അപ്പോ അതിന്റെ വെളിച്ചത്തിൽ സാറുമായിട്ട് ബന്ധപ്പെടുകയും തൃശൂർ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി അതിന് നേതൃത്വം ഏറ്റെടുക്കുകയും ഇന്നിങ്ങനെ വളരെ അത്യാവശ്യമുള്ള ആളുകൾ, അത് അത്യാവശ്യമുള്ള ആളുകൾ ഞാൻ പറയാൻ കാരണം നേരത്തെ സാറിന്റെ ഒരു വീഡിയോ, യൂട്യൂബ് വീഡിയോ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അത് പ്രചരിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് ആളുകൾ മിക്കവാറും അത് കാണുകയും അതിന്റെ വെളിച്ചത്തിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ഒഴികെയുള്ള ഇനിയും ക്ലാരിഫിക്കേഷൻ വേണ്ട കുറച്ച് ആളുകൾ ആണ് നമ്മളിപ്പോ ഇന്ന് നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. PFMS എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയാണ്. അത് ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക വിതരണം നടത്തുമ്പോൾ അത് എപ്പോഴും അത് ഓഡിറ്റിങ്ങിന് വിധേയമാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത് അക്കൗണ്ടബിൾ ആവേണ്ടതുണ്ട്. അപ്പൊ ഇത് ഈ ഫണ്ടുകളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് ടാക്സ് പേയറുടെ ഒരു വരുമാനത്തിൽ നിന്നാണ്. അതല്ലെങ്കിൽ ദരിദ്ര നാരായണന്മാരുടെ കീശയിലുള്ള പണമാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്രയും ഗൗരവത്തിലും കൃത്യനിഷ്ഠയിലും അത് ഉപയോഗിക്കപ്പെടണം എന്നുള്ളത് സർക്കാരിന്റെ ഒരു നിഷ്ഠയാണ്. അത് പക്ഷെ ഓരോ ഘട്ടത്തിൽ അതിന് മാറ്റങ്ങൾ വരും. അതിന്റെ പശ്ചാത്തലത്തിലാണ് PFMS എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നത്. അത് സാങ്കേതികമാണ്. NSSന്റെ പ്രവർത്തനങ്ങൾ പൊതുവിൽ രണ്ട് രീതിയിലാണ് നടക്കപ്പെടുന്നത് എന്ന് പൊതുവെ പറയും. ഒന്നത് ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലും, മറ്റൊന്ന് ഫോർമൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട്. അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സാമ്പത്തികമായിട്ടുള്ള ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവും. അതുപോലെ തന്നെ നമുക്കത് പുതിയത് എന്നുള്ളത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ പരിഹരിക്കാനുള്ള ഇത്തരത്തിലുള്ള ഒരു മികച്ച പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് ഞാൻ തൃശൂർ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി അതിന്റെ കോർഡിനേറ്റർ ബിനു ടീച്ചറെയും അതുപോലെ തന്നെ സോണി ടീച്ചറെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഇങ്ങനെ നടത്തപ്പെടുന്നതിന്റെ കാരണക്കാരൻ രഞ്ജിത്ത് സാറാണ്. കാരണം അദ്ദേഹം തിരക്കിനിടയിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിൽ ജോയിൻ ചെയ്യുകയും അത് നമ്മൾക്ക് പ്രയോജനപ്പെടുത്താനാവട്ടെ എന്നുള്ള ഒരു മനസ്സിൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ ഇരിക്കുകയും ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സന്മനസ്സിനെയും ഞാൻ സ്തുതിക്കുകയാണ്. അപ്പോ ഇത്തരത്തിൽ ഞാൻ കൂടുതൽ ഒരു അധിക പ്രസംഗിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം രഞ്ജിത്ത് സാറിന്റെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ അത്യാവശ്യവും കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇന്നത്തെ PFMS ഓൺലൈൻ ട്രെയിനിങ് ഉദ്ഘാടനം ചെയ്തതായി, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്ന ഈ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുള്ള ബിനു ടീച്ചറോടും സോണി ടീച്ചറോടും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം പിൻവാങ്ങുന്നു. ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് ലെഫ്റ്റ് ആവും. ഞാൻ പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യും എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ പേഴ്സണലായ രഞ്ജിത്ത് സാറിനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. രഞ്ജിത്ത് സാറെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വിട പറഞ്ഞു കൊള്ളുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സാർ. ഇന്നത്തെ ഒരു വെബിനാർ സെഷൻ നമുക്ക് വേണ്ടി എടുക്കുന്നത് NSS VHSE സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ആയ രഞ്ജിത്ത് P സാറാണ്. സാറിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാനൊരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിബഡി. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ, ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഇതിലെ എണ്ണത്തിലൊരു പ്രശ്നം അല്ല. കാരണം ഇത്ര പേരെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നമുക്കും ആഗ്രഹമുണ്ട്. കാരണം ഇതൊരു തെറ്റുതിരുത്തൽ സെഷൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ എടുത്ത സെഷനേക്കാളും കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്ന ഒരു സെഷനാണ്. പക്ഷെ സോണി ടീച്ചറും
നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ ഒക്കെ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തുരുതുരെ കോള് വരുന്ന സമയത്ത് എനിക്ക് എല്ലാവരോടും കൃത്യമായ മറുപടി പറയാനും സമയം കിട്ടാത്തൊരു വിഷയം. എന്നാലും വളരെ വിഷമം തോന്നുന്നു നമ്മുടെ NSS ഏറ്റെടുത്തിട്ടുള്ള പ്രോഗ്രാം ഓഫീസേഴ്സിന് ഈ PFMS ഒരു ബുദ്ധിമുട്ടാവരുത്. നമ്മളാരും കേരളത്തിൽ അത്ര ട്രെയിൻഡ് ആയിട്ടുള്ള PFMSൽ പുലികൾ അങ്ങനെ ആരുമില്ല. നമ്മളെ ഒരു ബുദ്ധിമുട്ട് കണ്ട് നമ്മൾ തന്നെ സ്വയം തയ്യാറാക്കിയ ഒരു മൊഡ്യൂളാണ്. അപ്പൊ അത് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രശ്നവശങ്ങൾ ഏകദേശം ഊഹിക്കാവുന്നതാണ്. അപ്പൊ ആ പ്രശ്നവശങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഇന്നത്തെ ഒരു മൊഡ്യൂൾ. അന്ന് ആദ്യത്തെ ക്ലാസ് കാണാത്തവർക്ക് ഇതൊരു പക്ഷേ എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് നേരെ കിടക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതും ഇന്ന് തന്നെ ചെയ്ത് നോക്കുന്നതും, ഇന്നും ഞായറാഴ്ച ചെയ്തുകൊണ്ട് കുറച്ച് സമയം കിട്ടിയതാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ സംഘാടകരോട് പറയുന്നത് ഇന്ന് വൈകിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നതും. അപ്പൊ അത് ഇന്ന് തന്നെ ഞായറാഴ്ചത്തെ ഒരു പ്രത്യേകത, ഇപ്പോ PFMS വർക്കിംഗ് ഡേയ്സ് അല്ല എങ്കിൽ കുറച്ച് നമുക്ക് കയറാനും ചെയ്യാനൊക്കെ കുറച്ചും കൂടി കൺവീനിയൻസ് ഉണ്ടായിരിക്കും. അപ്പോ നിങ്ങളുടെ തെറ്റുതിരുത്തലുകൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയ വലിയൊരു കാര്യമായിരിക്കും. നമ്മൾ അധികം സംസാരിച്ച് ഭൂഷിപ്പിക്കുന്നില്ല, നേരെ സെഷനിലേക്ക് കിടക്കാം. റെക്കോർഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നു അല്ലെ സോണി മിസ്? സാറെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗൂഗിൾ ഫോം ഷെയർ ചെയ്തപ്പോ ഒപ്പം നമ്മൾ ജൂൺ 13 നടത്തിയ വർക്ക്ഷോപ്പിന്റെ ലിങ്കും ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. എല്ലാവരും അത് കണ്ടതിന് ശേഷമായിരിക്കണം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡിംഗ് ഓൺ ആണ്. ഓക്കെ സാർ. പ്രസന്റേഷൻ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഇല്ല സാറേ, കിട്ടുന്നില്ല. പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ. ആ കിട്ടുന്നില്ല എന്നുള്ളത്. ആണോ? അയ്യോ, പ്രസന്റേഷൻ പിൻ ചെയ്താൽ മതി, കിട്ടും. ചെയ്യണം. ഓക്കെ. കിട്ടി സാറേ, താങ്ക് യു. അപ്പോ എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, ഇതില് പലരുടെയും സംശയങ്ങൾ പലതായിരുന്നെങ്കിലും അടിസ്ഥാന കാരണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ ആ അടിസ്ഥാന കാരണങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രസന്റേഷൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം അതിലൂടെ ഓടിച്ചു പോവാം. അതിനുശേഷം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കുറച്ചു പേരെ ഉള്ളെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അത് ചോദിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം സെഷന് ശേഷം. അതല്ല എങ്കിൽ ഇത് ആദ്യം കണ്ടതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പോ അതിലൊക്കെ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഈ വീഡിയോ അതിന് ഉപകരിക്കും. വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വളരെ വളരെ മൈന്യൂട്ടുള്ള സ്റ്റെപ്പ് പോലും ഞാൻ സ്റ്റെപ്സ് ആയിട്ട് ഇതിന്റെ സ്ലൈഡ്സ് ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. PFMSന്റെ ഫേസ് പേജ് ആണ്, ഹോം പേജ് ആണ്. ഹോം പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഫണ്ടിനെ കുറിച്ച് നമ്മൾ PFMS ചെയ്യുന്നതിന് മുന്നേ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഫണ്ടിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം. രണ്ടു തരം ഫണ്ടാണ് നമുക്ക് NSSന് ലഭിക്കുന്നത്. റെഗുലർ ആക്ടിവിറ്റി ഫണ്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാമ്പ് ഫണ്ടും. രണ്ടു തരം ഫണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. റെഗുലർ ആക്ടിവിറ്റി ഫണ്ടിന് 22,000 രൂപ, അതായത് 220 രൂപ വെച്ച് 100 വളണ്ടിയർമാർക്ക് 22,000 രൂപയും ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് 22,500 രൂപയും ആണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത്. അതായത് ഒരു യൂണിറ്റിന് ലഭിക്കുന്ന തുക 44,500 രൂപയാണ്. 2 യൂണിറ്റുള്ള കോളേജ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി അവിടെ വരുന്നതാണ്. 89,000 രൂപയോളം വരുന്നതാണ്. അപ്പൊ ഒരു യൂണിറ്റിനാണെങ്കിൽ 44,500 രൂപയും ഒരു വർഷം കിട്ടേണ്ടത്. 2 യൂണിറ്റ് ആണെങ്കിൽ 89,000 രൂപയുമാണ് നമ്മുടെ മൊത്തം ഫണ്ടിന്റെ കണക്ക് കാണിക്കേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് മൊഡ്യൂളിൽ പറഞ്ഞിരുന്നുള്ളൂ. എന്നിട്ടും തെറ്റ് തിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് PFMSൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഇപ്പൊ അത് ബോധ്യപ്പെട്ടതുമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം തെറ്റിതിരുത്തുന്നത്, എന്തുകൊണ്ടാണ് വിഷയം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ കാണുന്ന പോലെ PFMS നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഡയറക്ടറേറ്റുകളിലും കേരളത്തിൽ നടപ്പാക്കിയിട്ട് 3 വർഷമേ ആകുന്നുള്ളൂ. 2017, 18, 19, 20 എന്നീ വർഷങ്ങൾ. ഇതിലൊരു പ്രത്യേകത, ആ കളർ നോക്കിയാൽ, സ്ക്രീനിലെ കളർ നോക്കിയാൽ നിങ്ങൾക്ക് വർഷങ്ങളുടെ കളർ നോക്കൂ. 2017, 18 റിപ്പോർട്ട് പോലും ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് PFMS ലഭ്യമല്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും അതിന്റെ റിപ്പോർട്ട് പഴയ വർഷങ്ങളിലെ എടുത്തു കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിലവിൽ ഏതൊക്കെ വർഷങ്ങളിലെയാണ് പൂർണ്ണമായ റിപ്പോർട്ട് എടുത്തു നോക്കാൻ സാധിക്കുകയുള്ളൂ? 2018, 19, 19, മാത്രമേ പൂർണ്ണമായും റിപ്പോർട്ട് നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. 2017, 18 പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ സൈറ്റിൽ ലഭ്യമല്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയും തോറും പഴയ റിപ്പോർട്ടുകൾ നോക്കുവാനുള്ള ലിങ്കുകൾ സെർവറിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ 3 വർഷത്തെ കണക്കുകളാണ് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ സ്ഥാനങ്ങൾ കൈമാറുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മീറ്റിങ്ങുകളിൽ, നിങ്ങൾ പുതിയ പ്രോഗ്രാം ഓഫീസർക്ക് സ്ഥാനം കൈമാറുന്ന സമയത്ത് വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും PFMSന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. കാരണം അത് കൊടുത്തില്ലെങ്കിൽ അത് ആ യൂണിറ്റിനെ സാരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 3 വർഷങ്ങളിൽ, ഇത് പിന്നിട്ട വർഷങ്ങളിലേക്ക് എത്രത്തോളം നോക്കണം, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും, ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം പരിഹരിക്കുമ്പോഴും ഈ 3 വർഷത്തെ ഡാറ്റ ആദ്യം ഒരു നോട്ട് ബുക്കിൽ ക്രമമായി എഴുതി വെക്കുക. നിങ്ങൾ തെറ്റിദ്ധരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോംവർക്ക് നമുക്ക് ചെയ്യേണ്ടത് ഈ 3 വർഷങ്ങളിലെ 2017, 18 എന്ത് സംഭവിച്ചു, 18, 19 എന്ത് സംഭവിച്ചു, 19, 20 എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അതിനൊരു കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഞാൻ തരാം. ഇപ്പൊ ഈ 3 വർഷത്തെ ഡാറ്റയിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾ ഇന്ന് PFMS എടുത്ത് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഫിഗർ ഒരു വർഷത്തെ ആവില്ല. ഈ 3 വർഷത്തെ തെറ്റാണെങ്കിൽ തെറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2017, 18 സംഭവിച്ച തെറ്റായിരിക്കാം. ആ തെറ്റ് തന്നെ ചിലപ്പോൾ അത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ബൈപ്പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇഫക്റ്റ് വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫിഗർ വന്നു? കാരണം തെറ്റുകൾ തന്നെ തെറ്റുകൾ. 2017, 18 തെറ്റ് സംഭവിച്ചു, തൊട്ടടുത്ത വർഷം തെറ്റ് സംഭവിച്ചു, തൊട്ടടുത്ത സമയത്ത് ശരിയായിട്ടാണ് ചെയ്തത്. പക്ഷെ പഴയ വർഷങ്ങളിലെ തെറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു തെറ്റിന് മറ്റൊരു തെറ്റിനെ എന്ത് ചെയ്തേക്കും, ബൈപ്പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരിയായ എവിടെയാണ് ഈ ഫിഗറിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യരുത്. ബാക്കിലേക്ക് ഓരോ വർഷത്തെയും ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്നതായിരിക്കും ഉചിതം. അപ്പൊ റിപ്പോർട്ട് ശ്രദ്ധിക്കുക. റിപ്പോർട്ട് ഈ 2 വർഷത്തെ മുഴുവൻ റിപ്പോർട്ട്, പൂർണ്ണമായ റിപ്പോർട്ട് PFMS ലഭ്യമാകുന്നത് നിലവിൽ 18, 19, 19, 20 17, പൂർണ്ണമായ റിപ്പോർട്ട് നിലവിൽ അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് 3 ID പാസ്വേഡ് ഉണ്ട്. PFMSൽ കയറുമ്പോൾ 3 ID പാസ്വേഡ് ഉണ്ട്. ADM, DA, DO. ഏജൻസിയാണ്, നമ്മൾ കോളേജിനെ പറയുന്ന പേര് ഏജൻസി എന്നാണ്. 3 ID പാസ്വേഡ് ഉണ്ട്. ADM, DA, DO. പ്രോഗ്രാം ഓഫീസർ റോളൊക്കെ നമുക്കറിയാം, DO ആണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ക്രിയേറ്റും സബ്മിറ്റും. ടെക്നിക്കലി അങ്ങനെ നമുക്ക് പറയാം. എക്സ്പെൻസ് ആയിക്കോട്ടെ, എന്ത് ഐറ്റം ആയിക്കോട്ടെ, ക്രിയേറ്റും സബ്മിറ്റും ചെയ്യുന്നത് ഏത് ലോഗിനാണ്? DO ലോഗിനാണ്. അപ്രൂവ് ചെയ്യാൻ നമ്മൾ ഏത് ലോഗിനിൽ കയറണം? DA ലോഗിനിൽ കയറണം. കോളേജിന്റെ സർവാധികാരി, എല്ലാ DAനെയും DO ഉണ്ടാക്കാനും അവസാന വാക്കെന്ന് പറയാനും PFMSൽ മാറ്റങ്ങൾ വരുത്താനും PFMSൽ പുതിയ റോളുകൾ ഉണ്ടാക്കാനൊക്കെ ആരാണ്? ADM ലോഗിനാണ്. നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന ലോഗിൻസ് ഏതൊക്കെയാണ്? DO ലോഗിനും DA ലോഗിനാണ്. അപ്പൊ 3 ID പാസ്വേഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ഇന്ന് പറയാൻ പോകുന്ന കാര്യത്തിൽ ADM ID പാസ്വേഡ് ഉണ്ടാവുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ കോളേജിൽ നിന്ന് തരുന്നില്ലെങ്കിൽ കോളേജ് ഓഫീസിൽ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. ADM ID പാസ്വേഡ് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. തെറ്റിദ്ധരുത്തുന്ന സമയത്ത് ചിലപ്പോൾ അത് ADM ID പാസ്വേഡും വേണ്ടിവരും. അപ്പോൾ മിനിമം 3 ID പാസ്വേഡ്. ADM ലോഗിൻ 3 ലോഗിനാണ് നമുക്കുള്ളത്. ADM ലോഗിൻ, DA ലോഗിൻ, DO ലോഗിൻ. ഓക്കെ, DO ലോഗിനിലെ ക്രിയേറ്റ് ആൻഡ് സബ്മിറ്റ് പ്രൊസീജിയർ ആണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്രൂവ് ചെയ്യാൻ ഏത് ലോഗിനിൽ കയറണം? DA ലോഗിനിൽ കയറണം. അതേപോലെ തന്നെ സർവാധികാരിയായിട്ടുള്ള ഓവറോൾ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് ADM ലോഗിനിലും ചില സമയത്ത് കയറേണ്ടി വരും. ഓക്കെ,
ഇതൊക്കെ നമ്മൾ TFMS-ലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അബദ്ധം പറ്റിയത് ഇത് പണ്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ അബദ്ധം പറ്റിയത്. വീണ്ടും അതുകൊണ്ട് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി TFMS-ൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാവുന്ന തെറ്റുകൾ, നമുക്ക് പറ്റാവുന്ന മിസ്റ്റേക്സുകൾ വീണ്ടും കയറുന്ന സമയത്ത് ഏത് വർഷമാണ് ഏത് ലോഗിൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കയറുക. സ്ക്രീനിൽ കാണുന്നത് TFMS-ന്റെ ലോഗിൻ പേജ് ആണ്. TFMS കയറുന്ന സമയത്ത് ഏത് വർഷത്തിലാണ് ഞാൻ കയറുന്നത്, ഏത് ലോഗിനാണ് കയറുന്നത് എന്ന് നോക്കിയിട്ട് വേണം കയറുവാൻ. 2, കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്കത് സൂം ചെയ്ത് നോക്കാം. കയറി ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിലേക്ക് തന്നിരിക്കുന്ന ടാബിന്റെ ടോപ്പ് ടാബിലേക്ക് ഒന്ന് നോക്കേണ്ടതാണ്. ഞാൻ ഏത് ലോഗിനിലാണ് കയറിയിരിക്കുന്നത്, ഏത് വർഷമാണ് കയറിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയിട്ട് TFMS-ൽ എന്തും ചെയ്യാൻ പാടുള്ളൂ. ലോഗിൻ ചെയ്തതിനു ശേഷം പേജിൽ കാണുന്നുണ്ട്, പേജിന്റെ ടോപ്പ് നമ്മുടെ പരിശോധിക്കണം. ഏത് റോളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്, ഏത് വർഷമാണ് കയറിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ കോളേജുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കോളേജിൽ TFMS എന്ന് പറയുന്നത് NSS-നും മാത്രമല്ല. അവിടെ ഒരുപാട് ഫണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ വാങ്ങുന്ന ഒരുപാട് സ്കീമുകൾ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോ ഏത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ജാഗ്രത കാണിക്കണം. ഓക്കെ, സ്കീം തിരഞ്ഞെടുക്കുന്ന ഇടയിൽ ഏതെങ്കിലും ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നാഷണൽ ഒരു കോളേജിന്റെ ഒരു പഴയകാല കോളേജിൽ വരാവുന്ന പരമാവധി സ്കീമുകളാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ നമ്മുടെ NSS-നെ തെരഞ്ഞെടുക്കുമ്പോൾ ഏത് പ്രോസസ്സ് വരുമ്പോഴും ഇവിടെ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ കോളേജിലെ മറ്റുള്ളവരെയും കൂടി അത് ബാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ഏതാണ് 9230 നാഷണൽ സർവീസ് സ്കീം, 9230 നാഷണൽ സർവീസ് സ്കീം എന്ന് തന്നെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. സ്കീം സെലക്ട് ചെയ്യുമ്പോൾ അപ്പൊ വർഷം നോക്കിക്കയറണം, ലോഗിൻ നോക്കിക്കയറണം. കയറി കഴിഞ്ഞാൽ വർഷവും ലോഗിനും കറക്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. സ്കീം സെലക്ട്, ഏത് പ്രോസസ്സ് ചെയ്യുമ്പോഴും സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് നാഷണൽ സർവീസ് സ്കീം തന്നെയാണോ ഞാൻ സെലക്ട് ചെയ്തത്, 929230 എന്ന് പറയുന്ന കോഡുള്ള നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന NSS എന്ന് പറയുന്ന സ്കീം തന്നെയാണോ സെലക്ട് ചെയ്തത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം ഏത് പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, കറക്ഷൻസ് എങ്ങനെ വരുത്താം എന്നതിന്റെ ആദ്യ പടി, തെറ്റുകൾ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർഷം നോക്കിക്കയറണം, ലോഗിൻ നോക്കിക്കയറണം, അതുപോലെ തന്നെ കയറി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ, അതിൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എക്സ്പെൻഡിച്ചർ കയറുക. എക്സ്പെൻഡിച്ചറിൽ ആഡ് ന്യൂ എന്ന് ഇട്ട് നോക്കുക. ആഡ് ന്യൂ ഇട്ട് നോക്കുന്ന സമയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ടോട്ടൽ അവൈലബിൾ എമൗണ്ട് 0 കാണിക്കേണ്ടത്. അവിടെ 0 തുക ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എമൗണ്ട് ഇനിയും യൂട്ടിലൈസ് ചെയ്യാനുണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടം കൊണ്ട് നോക്കിയാലാണ് മനസ്സിലാവുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അത് എളുപ്പം ചെയ്യാവുന്ന കാര്യം ഇതാണ്. എപ്പോഴും നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം TFMS-ൽ എക്സ്പെൻഡിച്ചറിൽ കയറിയിട്ട് ആഡ് ന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ എക്സ്പെൻഡിച്ചർ ഇടാനുള്ള വിൻഡോ കയറി വരും. ആ വിൻഡോ കയറി വരുന്ന സമയത്ത് മുകളിൽ ബാങ്കും ക്യാഷും സെലക്ട് ചെയ്യുന്ന അടിയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, ടോട്ടൽ, ഞാൻ എന്റെ കേഴ്സർ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു തോന്നുന്നു, ടോട്ടൽ അവൈലബിൾ എമൗണ്ട്, ഈ ഏരോ കാണുന്നിടത്ത് 0 എന്ന് കാണിക്കണം. 0 എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇനി ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനൊന്നുമില്ല, TFMS-ൽ ബാലൻസ് ഒന്നുമില്ല, കിട്ടിയിട്ടുള്ള എല്ലാ ഫണ്ടും ഞാൻ ചെലവഴിച്ചിരിക്കുന്നു. ടോട്ടൽ അവൈലബിൾ എമൗണ്ടിന്റെ അവിടെ ഫണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്ന ഫണ്ടോ ലോണായി ഇട്ട ഫണ്ടോ നിങ്ങൾ ഉപയോഗിക്കാൻ ബാക്കിയുണ്ട് എന്ന് അർത്ഥം. അപ്പൊ അത് ശ്രദ്ധിക്കുക. എവിടെ പോയാലാണ് സാറേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ഫസ്റ്റ് ഒരു മെത്തേഡാണ് എക്സ്പെൻഡിച്ചറിൽ ആഡ് ന്യൂ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അവൈലബിൾ എമൗണ്ടിന്റെ അവിടെ എന്താണ് കിടക്കുന്നത് എന്ന് നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡേറ്റ് നോക്കൂ. ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും, നമ്മൾ നോക്കുന്ന ആ ദിവസത്തെ ബാലൻസ് ആയിരിക്കും. 0 ആണെങ്കിൽ പ്രശ്നമില്ല, നമ്മളെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പരിധി വരെ നമുക്ക് വിശ്വസിക്കാം. 0 അല്ല എങ്കിൽ
അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാനുണ്ട് എന്നർത്ഥം. മൈനസ് കാണിക്കാവുന്ന അവസ്ഥകളും ഉണ്ട്. ഇവിടെയും മൈനസ് കാണിക്കാവുന്ന അവസ്ഥകളുണ്ട്. ഞാനത് പതുക്കെ വഴിയെ വിവരിച്ചു തരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുണ്ടോ എന്ന് ആദ്യ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ ആഡ് ന്യൂ എടുത്തു കഴിഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അവൈലബിൾ എമൗണ്ട് ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വർക്ക് ഇനിയും ചെയ്യാനുണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അടുത്ത ഒരു കാര്യം വീണ്ടും അത് ഞാൻ മറ്റൊരു ഫ്രെയിമിലാക്കി വീണ്ടും വിസ്തരിക്കുകയാണ്. എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇവിടെ നോക്കൂ, ബാങ്ക് ഒന്നെങ്കിൽ ബാങ്ക് എടുത്ത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് എടുത്ത് സെലക്ട് ചെയ്യുക. PFMS-ൽ 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ബാങ്ക് എടുത്ത് നിങ്ങൾക്ക് നോക്കാം, ക്യാഷ് എടുത്ത് നോക്കാം. ഇവിടെ താഴത്ത് നോക്കൂ, ഈ ചുവന്ന ബോക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൈലബിൾ ഫിഗർ 0 തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. 0 തന്നെയാണെങ്കിൽ നമ്മൾ ഇനി ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനില്ല, നമ്മളെല്ലാം ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണെന്നതിന്റെ ഒരു തെളിവാണ് 0 വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തു നോക്കാം. അവിടെ മുകളിൽ കാണിക്കുന്നു, ബാങ്ക് അക്കൗണ്ട് എടുത്തു നോക്കുക, ക്യാഷും എടുത്തു നോക്കുക. മുകളിൽ നിന്നുള്ള ഏരോ കണ്ടോ, അത് ബാങ്ക്, അവിടെ 2 വരും. നമുക്ക് ഒരു ബാങ്ക് ഓപ്ഷനും ക്യാഷ് ഓപ്ഷനും വരും. രണ്ടും എടുത്തു നോക്കുക. എടുത്തു നോക്കിയിട്ട് 2 എടുക്കുമ്പോഴും 0 തന്നെയല്ലേ ടോട്ടൽ അവൈലബിൾ എമൗണ്ടിൽ വരുന്നത് എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒറ്റയടിക്ക് അത് കാണുന്ന സമയത്ത് അവിടെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കിടക്കുന്നുണ്ടെങ്കിൽ ഞെട്ടണ്ട. ആ തെറ്റ് ഈ വർഷത്തെ തെറ്റായിരിക്കണം എന്നില്ല, കഴിഞ്ഞ വർഷങ്ങളിലെ ഏതെങ്കിലും ഒരു തെറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നതാവാം, ബാലൻസ് കിടക്കുന്നതാവാം എന്നർത്ഥം. ബാങ്ക് ആയിട്ടോ ക്യാഷ് ആയിട്ടോ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തത് ഏതെങ്കിലും ഒന്ന് എന്തായിട്ട് കിടക്കുന്നതാവാം, ബാലൻസ് ആയിട്ട് കിടക്കുന്നതാവാം എന്നർത്ഥം. ഈ വർഷത്തിൽ തന്നെ സംഭവിച്ച തെറ്റായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ PFMS അക്കൗണ്ടിൽ എമൗണ്ട് വിനിയോഗിക്കാതെ കിടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണ് പറഞ്ഞത്. ഇനി അത് ആവർത്തിക്കേണ്ട എന്ന് തോന്നുന്നു. അടുത്ത ഇതിലേക്ക് പോവാം. മറ്റൊരു രീതി, തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് നിജസ്ഥിതി എന്ന് അറ്റ് എ ഗ്ലാൻസ് കാണുന്ന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് പരിശോധിക്കലാണ്. റിപ്പോർട്ട് സൈഡ് ടാബിലെ സൈഡ് മെനു ടാബ് ബാറിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് എന്ന് കാണാം. ഏരോ ഇട്ടിട്ടുണ്ട്, ക്ലിയർ ആണെന്ന് തോന്നുന്നു. റിപ്പോർട്ട് ഓപ്ഷൻ കാണാം. റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇതേപോലെ പുതിയൊരു വിൻഡോ കയറി വരും. അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് EAT എന്ന്, ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലെ EAT എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. EAT അതിന് താഴെ EAT2 എന്ന് പറയുന്ന EAT2 സ്കീം വൈസ് EAT അഗ്രഗേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ EAT റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അറ്റ് എ ഗ്ലാൻസ് എത്ര വന്നു എത്ര പോയി എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു മാർഗമാണ് EAT റിപ്പോർട്ട്. അതില് താഴെ കാണുന്ന ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. വർഷം സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് എന്ന് കൊടുക്കണം. ഗ്രാൻഡ് ടൈപ്പ് എവിടെ കിട്ടുന്ന മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ്. ഇവിടെ ഏത് സ്കീമാണ്? സെൻട്രൽ സെക്ടറൽ സ്കീമാണ്. ഇവിടെ ഏതാണ്? നാഷണൽ സർവീസ് സ്കീം ഏതാണെന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ നാല് സെലക്ഷൻസ് അവിടെ കൊടുക്കുന്നതോടുകൂടി ഇവിടെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വ്യൂ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് എടുത്ത് നോക്കുന്നതിനെ കുറിച്ചാണ്. റിപ്പോർട്ട് മെനുവിൽ പോയി കഴിഞ്ഞാൽ EAT2 എന്ന് പറയുന്ന റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്ത് വരും? ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ കാണുന്ന ഇതെല്ലാം സെലക്ട് ചെയ്ത് ഏത് വർഷത്തെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഇതിന്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സെൻട്രൽ സെക്ടർ സ്കീമാണ്, NSS ആണ്. എന്നിട്ട് വ്യൂ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് താഴെ ഇങ്ങനൊരു എക്സൽ ഷീറ്റ് വരും. ഈ ഷീറ്റ് നിങ്ങൾ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, വന്നതും പോയതും ഒക്കെ അതിൽ കാണാം. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഞാൻ ആ ഏരോ ഇട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏരോ അവിടെ 1 എന്ന് കാണാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സൂചിപ്പിക്കുന്ന 1 എന്ന് കാണാം. ആ 1-ല് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. ആ 1-ൽ ഈ റിപ്പോർട്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ, എക്സൽ ഷീറ്റ് എടുക്കണമെങ്കിൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ എടുക്കാം. അവിടെ 1 എന്ന് അവിടെ കാണാം. ആ 1-ന്റെ മേലെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. അത് ഇങ്ങനെയാണ്.
പാരന്റൽ സ്കീം ഏജൻസിയിൽ നിന്ന് എത്ര കിട്ടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്ര കിട്ടി, ലോൺ എമൗണ്ട് എത്ര ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്, മൊത്തം അവൈലബിൾ എമൗണ്ട് എത്രയായിരുന്നു, മൊത്തം EAT എമൗണ്ട് എത്രയാണ്, ഈ വർഷം അൺസ്പെൻഡ് ബാലൻസ് എത്രയാണ്, ഇതൊക്കെ അതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തിന് എത്ര വന്നു, ഈ വർഷം എത്ര ഇട്ടിട്ടുണ്ട്, ഈ വർഷം എത്ര ലോൺ ഇട്ടിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കണമെങ്കിൽ EAT2 എന്ന റിപ്പോർട്ട് എടുത്തു നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതാണ് രണ്ട് കാര്യങ്ങൾ. തെറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ ഇതാണ്. ഒന്ന്, ബാലൻസ് നോക്കുക. രണ്ട്, റിപ്പോർട്ട് എടുത്തു നോക്കുക. റിപ്പോർട്ട് എടുക്കുമ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിപ്പോർട്ട് EAT എന്ന് പറയുന്ന റിപ്പോർട്ട് എത്ര വർഷത്തെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ? 2 വർഷത്തെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. 2018, 19, 20, 17, 18 ഈ റിപ്പോർട്ട് സംവിധാനം ഫീച്ചർ ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സെർവറിൽ അത് ലഭ്യമല്ല. അപ്പൊ ഈ ഡീറ്റെയിൽ റിപ്പോർട്ട് ഈ 2 വർഷങ്ങളിലെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി 2017, 18 കാര്യമോ? അവിടെ നോക്കൂ, സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ റിപ്പോർട്ട് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അവിടെ EAT എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതാണ് പഴയ വർഷങ്ങളിലെ റിപ്പോർട്ട് നമുക്ക് EAT റിപ്പോർട്ട് കാണാൻ കിട്ടുകയില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും, ഓരോ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, പഴയ വർഷങ്ങളിലെ കണക്കുകൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ചെയ്യാവുന്നത്, സ്ക്രീനിൽ നോക്കൂ, എക്സ്പെൻഡിച്ചർ കഴിഞ്ഞാൽ മോണിറ്ററിംഗ് ആണ്. മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഹെഡ് കാണാം. ആ മോണിറ്ററിംഗ് ഹെഡിലെ ഏജൻസി ക്യാഷ് ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മോണിറ്ററിംഗ് ഏജൻസി ക്യാഷ് ബുക്ക്, MO4 എന്നാണ് പറയാ, M4 എന്ന് പറയും. M4-ലെ ഏജൻസി ക്യാഷ് ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വർഷങ്ങളിൽ എത്ര സാമ്പത്തിക ഇടപാടുകൾ, അതായത് എക്സ്പെൻഡിച്ചർ എത്രത്തോളം നിങ്ങൾ ഇട്ടിട്ടുണ്ട്, ഇട്ടതൊക്കെ ഏത് എമൗണ്ട് ആയിരുന്നു, ചെക്കായിട്ടാണോ ക്യാഷ് ആയിട്ടാണോ എന്നൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കും. പഴയ വർഷങ്ങളിലെ കണക്കുകൾ നോക്കാൻ, അതായത് 2017, 18 ഇപ്പോഴത്തെ ഒരു പ്രശ്നമെങ്കിൽ അത് നോക്കുവാൻ ഇങ്ങനെയേ നിർവാഹം ഉള്ളൂ. ഓക്കെ, അടുത്തത്, ഇനി എന്തൊക്കെ തെറ്റ് സംഭവിക്കാം, തെറ്റെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ 2 സ്റ്റെപ്പാക്കി പറഞ്ഞു. ഒന്ന്, ബാലൻസ് നോക്കി മനസ്സിലാക്കുന്ന വിധം. 2, റിപ്പോർട്ട് നോക്കി മനസ്സിലാക്കുന്ന വിധം. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഈ തെറ്റ് തിരുത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തെറ്റ് തിരുത്താൻ ഇപ്പൊ നമ്മുടെ മുന്നിൽ 3 വർഷമാണ് ഉള്ളത്. ഈ 3 വർഷത്തെ കാര്യങ്ങൾ ആദ്യം ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് തിരുത്താൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഒരു റെക്കോർഡ് നിങ്ങൾ ഒരു പേജിൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. എത്ര വർഷത്തെയാണ്? 3 വർഷത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഫണ്ട്, ഉദാഹരണം 60 രൂപ. ഞാൻ എത്ര ലോൺ ഇട്ടു? ലോൺ 2 രീതിയിൽ ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 2 രീതിയിൽ ലോൺ ഇടാം. ലോൺ എങ്ങനെയൊക്കെ ഇടാം? ക്യാഷ് ആയിട്ട് ഇടാം. ലോൺ എങ്ങനെ ഇടാം? ബാങ്ക് ആയിട്ട് ഇടാം. ചില വർഷങ്ങളിൽ നമ്മൾ ബാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ചില വർഷങ്ങളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ലോൺ ആയിട്ടിട്ടുണ്ട്. അപ്പൊ മൊത്തം നമ്മൾ എത്ര ഇട്ടു? 60 രൂപ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി. 15 രൂപ ക്യാഷ് ആയിട്ട് ലോൺ ഇട്ടിട്ടുണ്ട്. ബാങ്ക് ആയിട്ട് ലോൺ എത്ര ഇട്ടിട്ടുണ്ട്? 25 രൂപയും ഇട്ടിട്ടുണ്ട്. മൊത്തം 100 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പൊ വന്നത് എത്ര? 100 രൂപ. ഇത് 3ഉം കൂടി കൂട്ടുമ്പോൾ 100 രൂപ. ഇതൊരു നോട്ട് ബുക്കിൽ നിങ്ങൾ ആദ്യം PFMS കയറി പരിശോധിച്ച് ഓരോ വർഷങ്ങളിലും ഫണ്ട് എത്ര വന്നു, ലോൺ എത്ര ഇട്ടു, ലോൺ ക്യാഷ് ആയിട്ട് എത്ര ഇട്ടു, ലോൺ ബാങ്ക് ആയിട്ട് എത്ര ഇട്ടു എന്ന് എഴുതി വെക്കുന്ന നന്നായിരുന്നു. ഇനി നമ്മളത് ചെലവഴിച്ചോ എന്നറിയണമെങ്കിൽ എന്ത് നോക്കുക? എക്സ്പെൻസ് നോക്കുക. എക്സ്പെൻസും ഇതേപോലെ എങ്ങനെയൊക്കെ ചെയ്യാം? ക്യാഷ് ആയിട്ടും ചെയ്യാം, ബാങ്ക് ആയിട്ടും ചെയ്യാം. അന്ന് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ലോൺ ക്യാഷ് ആയിട്ടാണ് എങ്കിൽ ആ 15 രൂപ എന്തായിട്ട് തന്നെ ഇടണം? ക്യാഷ് ആയിട്ട് തന്നെ എക്സ്പെൻസ് കാണിക്കണം. ബാങ്ക് ആയിട്ടാണോ ലോൺ ഇട്ടത്? അതിൽ നിന്ന് തന്നെ എന്ത് കാണിക്കണം? എക്സ്പെൻസ് കാണിക്കണം. ക്യാഷായി വന്നത് ക്യാഷായി തന്നെ പോകണം, ബാങ്കായി വന്നത് ബാങ്കായി തന്നെ പോകണം. ഇവിടെ ബാങ്കായി വന്നത് ഏതൊക്കെയാ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതും ബാങ്കാണ്. ഈ 25 രൂപ, 60 രൂപ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതും ബാങ്കാണ്. ലോണ് ബാങ്ക് ഇട്ടത് 25 രണ്ടും കൂടി എത്ര രൂപ? 85 രൂപ ബാങ്കായി തന്നെ നമ്മൾ പുറത്തേക്ക് എക്സ്പെൻസ് കാണിച്ചു. ഓക്കെ, ലോൺ എങ്ങനെ ക്യാഷ് ആയിട്ട് ഇട്ടത് എത്രയായിരുന്നു? 15 രൂപ. ആ 15 രൂപ അതേപോലെ തന്നെ എന്ത് കാണിച്ചു? എക്സ്പെൻസ് കാണിച്ചു. അപ്പൊ വന്നത് എത്ര, പോയത് എത്ര എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവണം. വന്നത് എത്ര, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയത് എത്ര നോക്കുക, ലോൺ എത്ര ഇട്ടു നോക്കുക. ഇതാണ് വന്നത്. പോയത് എത്രയെ നോക്കാൻ ഏത് നോക്കിയാൽ മതി? എക്സ്പെൻസസ് എടുത്തു നോക്കിയാൽ മതി. എക്സ്പെൻസ് എടുത്തു നോക്കുമ്പോഴും ക്യാഷും എടുത്തു നോക്കണം, ബാങ്കും എടുത്തു നോക്കണം. ലോണ് പരിശോധിക്കുമ്പോഴെന്ത് ചെയ്യുക? ക്യാഷ് എത്ര ഇട്ടിട്ടുണ്ടോ? ചില വർഷങ്ങളിൽ നിങ്ങൾ ബാങ്ക് ആയിട്ടായി ഇട്ടിട്ടുണ്ടാവും, ചെക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ചില വർഷങ്ങളിൽ നിങ്ങൾ ഇതായിട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ 3 വർഷത്തെ
ഇങ്ങനെ 3 വർഷം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വന്നതെത്ര പോയതെത്ര. ഞാൻ ഏത് കൊടുത്തിട്ടില്ല, എക്സ്പെൻസ് സൈഡ് നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വന്നതിന്റെ അത്ര ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചെലവഴിച്ചിട്ടില്ല. ബാങ്ക് ലോൺ ഞാൻ ഇട്ടിട്ടില്ല, ലോൺ ഇട്ടത് എത്ര കൂടിയിട്ടാണ് കിടക്കുന്നത്, ക്യാഷായി കിടക്കുന്ന ലോൺ ഞാൻ കണ്ടില്ല. പിന്നെ പല രീതികൾ വരും. ഇതാണ് ഇതിൽ വരാവുന്ന കോമൺ ആയി വന്നതെത്ര പോയതെത്ര എന്ന് നമ്മൾ തെറ്റിതിരുത്താൻ തയ്യാറാവുന്നതിന് മുന്നേ, കമ്പ്യൂട്ടറിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ, PFMS ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു സ്കെലിട്ടൺ ഉണ്ടാക്കി, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. ഇത് ബാങ്ക് പാസ്ബുക്ക് ആയിട്ട് ഒത്തുനോക്കുന്നത് നന്നായിരിക്കും. ബാങ്ക് പാസ്ബുക്ക് ഒത്തുനോക്കുക, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നു എന്ന് പറഞ്ഞതൊക്കെ, PFMS വന്നു എന്ന് പറഞ്ഞതൊക്കെ ബാങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് കൂടി നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ഫ്രെയിം നിങ്ങൾക്ക് ഒരു നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ ആദ്യം ഈ ഒരു സമവാക്യം എഴുതി വെച്ചാൽ തന്നെ പകുതിയോളം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഫണ്ട്, ലോണ് ക്യാഷ് ആയിട്ടിട്ടത്, ലോണ് ബാങ്ക് ആയിട്ട് ഇട്ടത്. അപ്പുറത്തെ സൈഡിൽ എന്ത് നോക്കണം? എക്സ്പെൻസ് ക്യാഷ് ആയിട്ടിട്ടത്, എക്സ്പെൻസ് ബാങ്ക് ആയിട്ടിട്ടത്. ഇത് എത്ര വർഷത്തെ നോക്കണം? 3 വർഷത്തെയും ഒന്ന് പരിശോധിച്ച് മാനുവൽ ആയിട്ട് ഒന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നതെന്ന് ഒരു പരിധി വരെ കണ്ടെത്താൻ സാധിക്കും. അടുത്തത്, ഇനി ആ പറയുന്നത് തന്നെ ഞാൻ ഇങ്ങനെ വേറൊരു രീതിയിലും കൂടി പറയാം. നോക്കൂ, 2017-18 യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇമാജിനറി ഫിഗേഴ്സ് ആണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാനുള്ള ടോട്ടൽ ഫണ്ട് ടു ബി റിസീവ്ഡ്, കിട്ടാനുള്ള തുക, കിട്ടാവുന്നത്ര തുക 100 രൂപയാണ്. നമുക്ക് കിട്ടേണ്ട തുക 100 രൂപയാണ്. ഫണ്ട് റിസീവ് ആക്ച്വലി നമുക്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റി എത്ര തന്നിട്ടുള്ളൂ? 60 തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ എന്തിട്ടു? ലോൺ ഇട്ടു. ലോൺ എങ്ങനെയൊക്കെ ഇടാം? ക്യാഷ് ആയിട്ട് ഇടാം, ബാങ്ക് ആയിട്ട് ഇടാം. ക്യാഷ് ഇടുകയായിരിക്കും നന്നാവുക. അപ്പൊ എത്ര രൂപ? 40 രൂപ. ഇപ്പൊ 100 രൂപ കിട്ടേണ്ടിയിരുന്നു, 60 രൂപയെ കിട്ടിയുള്ളൂ. ബാക്കി 40 രൂപ നമ്മൾ ലോൺ ഇട്ടു. ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. 2017-18 കഴിഞ്ഞു. ഓക്കെ, 18-19 പ്രവേശിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി വീണ്ടും നമുക്ക് ഫണ്ട് തരുന്നു. ഏത് വർഷത്തെ? തൊട്ട് മുൻപത്തെ വർഷത്തെ ഫണ്ടിലേക്ക് ഒരു 25 രൂപ കൂടി തരുന്നു. 25 രൂപ കൂടി തരുന്നു. സ്വാഭാവികമായും നമ്മൾ നേരത്തെ ഇട്ട ലോൺ എന്ത് ചെയ്യണം? നേരത്തെ ഇട്ട ലോൺ എത്രയായിരുന്നു? 40 രൂപ. ആ 40 രൂപ എന്ത് ചെയ്യണം? 25 രൂപയോളം കുറയണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ലോൺ സെറ്റിൽ ചെയ്യണം. ഓക്കെ, 25 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ലോൺ സെറ്റിൽ ചെയ്യണം. ബാക്കി ലോൺ അവിടെ എത്രയേ നിലനിൽക്കുന്നുള്ളൂ? 15 രൂപ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഒന്നുകൂടി പറയാം, മൊത്തം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടേണ്ട തുക 100 രൂപയായിരുന്നു. യൂണിവേഴ്സിറ്റി തന്ന തുക 60 രൂപയായിരുന്നു. ബാക്കി ലോൺ എത്രയാണ് ഇട്ടത്? നമ്മൾ 40 രൂപയാണല്ലോ ലോൺ ഇട്ടത്. കഴിഞ്ഞ വർഷത്തെ കാര്യം. ഈ വർഷം വീണ്ടും യൂണിവേഴ്സിറ്റി എത്ര തന്നു? 25 രൂപ കൂടി നമുക്ക് ഫണ്ട് തന്നു, കഴിഞ്ഞ വർഷത്തെ വിഹിതം എന്ന നിലയ്ക്ക്. അതുകൊണ്ട് ആ ലോണ് എത്രത്തോളം കുറയണം? 25 രൂപയോളം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോൾ പഴയ ലോൺ നമ്മൾ സെറ്റിൽ ചെയ്യണ്ടേ? അതാണ് ലോൺ സെറ്റിൽമെന്റ്. ഇതാണ് ഒരു വർഷത്തെ തുക തൊട്ടടുത്ത വർഷം കിട്ടുന്ന സമയത്ത് പഴയ കഴിഞ്ഞ വർഷത്തെ ലോണുകൾ നമ്മൾ ഇട്ടത് സെറ്റിൽ ചെയ്ത് പോകണം. ഓക്കെ, ലോൺ കിട്ടിയിട്ടില്ല, ഫണ്ട് കിട്ടിയിട്ടില്ല, ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ലോൺ ഇട്ടത്. അതുകൊണ്ട് ഫണ്ടോ എപ്പോൾ കിട്ടുന്നു, ആ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലോണ് എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം ലോൺ നമ്മൾ സെറ്റിൽ ചെയ്തിട്ട് പോകണം. ഇതാണ് ലോൺ സെറ്റിൽമെന്റ്. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ലോൺ സെറ്റിൽമെന്റ് അങ്ങനെ വിശദമായി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിലും ലോൺ സെറ്റിൽമെന്റ് വിശദമായി പറഞ്ഞിട്ടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ലോൺ സെറ്റിൽമെന്റ് കൃത്യമായിട്ട് പറയാൻ പോവുകയാണ്. എങ്ങനെയാണ് ലോൺ സെറ്റിൽ ചെയ്യുന്നത്? ലോൺ സെറ്റിൽമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരുടെയും ഫണ്ട് ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ തുകയ്ക്ക് അത്രയും ഞങ്ങൾ എക്സ്പെൻഡിച്ചർ ഇട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ മുഴച്ചു നിൽക്കുന്നത്, അവിടെ ബാലൻസ് കാണിക്കുന്നത് മിക്കവാറും എന്തായിരിക്കും? നമ്മൾ ഇട്ട ലോൺ തന്നെയായിരിക്കും. ആ ലോൺ എന്ത് ചെയ്യണം? കിട്ടിയ എമൗണ്ടിന്റെ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്ത് കാണിക്കണം. ഇതാണ് ലോൺ സെറ്റിൽമെന്റ്. ക്ലിയർ ആയി? തന്നിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ നിന്ന് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അത് വിശദീകരിക്കുന്നില്ല. ലോൺ സെറ്റിൽമെന്റിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് നമ്മൾ ലോൺ സെറ്റിൽ ചെയ്യുന്നത്? അപ്പോ ലോൺ നേരത്തെ നമ്മൾ ഇടുന്നു. ലോൺ ഇട്ടത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫണ്ട് തരുന്നു. അപ്പോൾ പണ്ടത്തെ ലോൺ നമ്മൾ തിരിച്ചടയ്ക്കുന്നു. ആരുടെ കയ്യിൽ നിന്നാണോ ലോൺ വാങ്ങിയത്? സ്റ്റാഫ് കമ്മിറ്റിയിൽ നിന്ന് വാങ്ങിയ ലോൺ ആയിരിക്കാം, PTA നിന്ന് എടുത്ത ലോൺ ആയിരിക്കാം,
ഇപ്പോൾ പ്രോഗ്രാം ഓഫീസർ സ്വന്തം നിലയിൽ നിന്ന് ഇട്ട ലോൺ ആയിരിക്കാം. എങ്ങനെയാണ് ആ ലോൺ സെറ്റിൽ ചെയ്യുന്നത് എന്ന് സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഏത് വർഷത്തെയാണോ ലോൺ നമുക്ക് സെറ്റിൽ ചെയ്യേണ്ടത്, ഏത് വർഷത്തെ ലോണാണോ ആ വർഷം കയറുക. ഏത് ലോഗിൻ കയറിയാൽ മതി? DO ലോഗിൻ, പ്രോഗ്രാം ഓഫീസർ ലോഗിനായ DO ലോഗിൻ തന്നെ കയറുക, ലോൺ ഇയറിൽ കയറുക. ഏത് വർഷത്തെ ലോണാണോ സെറ്റിൽ ചെയ്യേണ്ടത് ആ വർഷത്തിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക. ആരായിട്ട് ലോഗിൻ ചെയ്യാം? DO ആയിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ തെറ്റരുത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ലോൺ കാണണം. അതിന് എന്ത് ചെയ്യും? സ്ക്രീൻ ശ്രദ്ധിച്ചോളൂ. മൈ ഫണ്ടില് ഇൻകം ഫ്രം അതർ സോഴ്സസിലെ മാനേജ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ചെയ്തു വെച്ച ലോൺ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോവാ. ലോൺ എവിടെയാണോ ചെയ്തു വെച്ചത്, നിങ്ങൾക്ക് പണ്ട് ബേസിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഈ ഒരു കാര്യം. PFMS പുതിയതായി ചെയ്യുന്നെങ്കിൽ ആഡ് ന്യൂ, ചെയ്തു വെച്ച കാര്യങ്ങൾ കാണണമെങ്കിൽ മാനേജ്. പുതിയതായി ചെയ്യുകയാണെങ്കിൽ ഏത് ഓപ്ഷനാണ്? ഏത് പ്രോസസ്സിൽ? PFMS ത്രൂ ഔട്ട് ഏത് പ്രോസസ്സിലാണെങ്കിലും പുതിയതായിട്ട് ചെയ്യാനാണെങ്കിൽ ആഡ് ന്യൂ, ചെയ്തു വെച്ച കാര്യങ്ങൾ കാണാനാണെങ്കിൽ മാനേജ്. ഓക്കെ, ഇവിടെ ചെയ്തു വെച്ച ലോൺ എങ്ങനെ കാണാം? സിമ്പിൾ ആണ്. എവിടെ പോകുന്നു? മൈ ഫണ്ട് പോകുന്നു. മൈ ഫണ്ടിൽ നിന്ന് എന്തെടുക്കുക? ഇൻകം ഫ്രം അതർ സോഴ്സസ് എടുക്കുക. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നിന്ന് എന്തെടുക്കുക? മാനേജ് ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച എല്ലാ ലോണുകളും സ്ക്രീനിലേക്ക് കയറി വരും. നോക്കൂ, എല്ലാ ലോണുകളും കയറി വരും. വലത്തെ ഭാഗത്ത് താഴത്തു നിന്നുള്ള ഏരോ അവിടെ നോക്കൂ, അവിടെ സ്റ്റാറ്റസ് കാണിക്കും. ഓരോ ലോണിന്റെയും സ്റ്റാറ്റസ് കാണിക്കും. വലത്തെ അറ്റത്ത് നോക്കൂ, റീഫണ്ട് സ്റ്റാറ്റസും കാണിക്കും. സ്റ്റാറ്റസ് നോക്കുക. പലതരം, എത്ര ലോണുകളുണ്ട് ഇപ്പൊ സ്ക്രീനിൽ? 3 ലോണുകളുണ്ട്. 3 ലോണും 3 സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. ഒന്ന് റിവേഴ്സൽ നടത്തിയതാണ്, ഒന്ന് ഓൾറെഡി സെറ്റിൽഡ് ആണ്, ഏറ്റവും താഴെയുള്ളത് എന്താണ്? അപ്രൂവ്ഡ് ആണ്, പക്ഷെ റീഫണ്ടബിൾ എന്നാണ്. അത് എന്ത് ചെയ്യാണ്? സെറ്റിൽ ചെയ്തിട്ടില്ല, സെറ്റിൽ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഏറ്റവും താഴത്തെ ലൈനിൽ കിടക്കുന്ന 45,000 രൂപ ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത്? സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അത് സെറ്റിൽ ചെയ്തിട്ടില്ല. അപ്പൊ സ്റ്റാറ്റസ് നോക്കുക, സ്റ്റാറ്റസും റീഫണ്ട് സ്റ്റാറ്റസും നോക്കുക. ലോണിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, ലോണിന്റെ റീഫണ്ട് സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് എത്ര ലോണാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്? 3 ലോണാണ് സ്ക്രീനിൽ കാണുന്നത്. അടുത്തത് ഉറപ്പുവരുത്തേണ്ടത് മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്, ഈ ലോൺ ഇട്ടത് ക്യാഷ് ആയിട്ടാണോ ഇട്ടത്, ബാങ്ക് ആയിട്ടാണോ ഇട്ടത് എന്നൊരു ചോദ്യമാണ്. ഇത് മുകളിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാങ്ക് സെലക്ട് ചെയ്താൽ ബാങ്കേ വരുള്ളൂ, ക്യാഷ് സെലക്ട് ചെയ്താൽ ക്യാഷേ വരുള്ളൂ. എന്നാലും ലെഫ്റ്റ് സൈഡിലെ ആരോ നോക്കൂ, അവിടെ ഒരു വൗച്ചർ നമ്പർ കാണുന്നുണ്ട്. ആ വൗച്ചർ നമ്പർ BR ആണെങ്കിൽ അത് ബാങ്ക് റെസിറ്റ് ആണ്, ബാങ്ക് ആയിട്ടാണ് നിങ്ങൾ ലോൺ ഇട്ടത്. ഓക്കെ, CR നോക്കൂ, CR എന്നാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ ആ ലോൺ ഇട്ടിരിക്കുന്നത് നിങ്ങൾ എന്തായിട്ടാണ്? ക്യാഷ് ആയിട്ടാണ്. ഇപ്പൊ ലോൺ 2 രീതിയിൽ ഇട്ടിട്ടുണ്ടാവാം, ബാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ടാവാം, ക്യാഷ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവാം. അത് എങ്ങനെയെന്ന് തിരിച്ചറിയുന്ന ഒരു മാർഗം വൗച്ചർ നമ്പറിന്റെ മുൻഭാഗം പരിശോധിച്ചാൽ മതി. BR ആണെങ്കിൽ ലോൺ ബാങ്ക് ആയിട്ട് ഇട്ടതാണ്, CR ആണെങ്കിൽ ക്യാഷ് ആയിട്ട് ഇട്ടതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ റീഫണ്ട് ചെയ്യാം? നമുക്ക് ഏത് ലോണാണോ നമുക്ക് സെറ്റിൽ ചെയ്യേണ്ടത് ആ ലോണിന്റെ മുകളിൽ ഇടത്ത് സൈഡ് അറിയാലോ, ആ ലിങ്ക്, ചുവന്ന ലിങ്കിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ചുവന്ന ലിങ്കിന്റെ മുകളിൽ ഹൈപ്പർ ലിങ്കിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ലോണാണോ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യേണ്ടത് ആ നേരെയുള്ള ഇടതുവശത്തെ നാഷണൽ സർവീസ് സ്കീം NSS എന്ന് കാണുന്ന ആ ഹൈപ്പർ ലിങ്ക് സ്ക്രീനിൽ വ്യക്തമാണെന്ന് തോന്നുക. ഈ കാണുന്ന ഹൈപ്പർ ലിങ്ക് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസേൺ ലോൺ നമുക്ക് സെറ്റിൽ ചെയ്യാം. സ്ക്രീൻ നോക്കൂ, ലോണ് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആഡ് ന്യൂ സെറ്റിൽമെന്റ് ഫോർ റീഫണ്ട് എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലോണാണോ സെറ്റിൽ ചെയ്യേണ്ട ആ ലോൺ സെലക്ട് ചെയ്യുക. ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് വരും. ഈ പേജിൽ എന്ത് കൊടുക്കുക, ആഡ് ന്യൂ സെറ്റിൽമെന്റ് ഫോർ റീഫണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തെറ്റാതിരിക്കാനാണ് ഒരു വിൻഡോ പോലും, ഒരു പേജ് പോലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. എല്ലാ പേജും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ചെക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ ലോൺ എങ്ങനെ തിരിച്ചടച്ചു, ക്യാഷ് ആയി കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് നമ്പറും ചെക്ക് മറ്റു ഉപാധികളും ഒക്കെ സാങ്കേതികമായിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ കുറച്ച് എളുപ്പമുള്ള മാർഗം ഇൻസ്ട്രുമെന്റ് ടൈപ്പ് എന്ത് കൊടുത്താൽ മതി, ക്യാഷ് കൊടുത്താൽ മതിയാവും. വൗച്ചർ, അതിന് ചലാൻ നമ്പർ നിങ്ങൾക്കറിയാം. PFMS വൗച്ചർ ഒരു ചലാൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആര് തരും? PFMS ഇങ്ങോട്ട് നമുക്ക് തരും. വൗച്ചർ ഡേറ്റ് കൊടുക്കുക. എന്നാണോ നമ്മൾ ലോണ് കൊടുക്കുന്നത്, സെറ്റിൽ ചെയ്യുന്നത്, ആ ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കുക. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ലോൺ എമൗണ്ട്. വീണ്ടും ഏത് രൂപയുടെ, എത്ര രൂപയുടെ ലോണാണ് അപ്പൊ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്? 45,000 രൂപയുടെ. അതിനെയാണ് അതിന്റെ ശരിക്കുമുള്ള ലോൺ എടുക്കുന്ന സമയത്ത് അതിന്റെ മുഖവില എന്തായിരുന്നു? 45,000 രൂപ. പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ എന്ന് പറയുന്ന തുക എത്രയാണ്? 45. പലിശ വല്ലതും കൊടുക്കുന്നുണ്ടോ? താഴെ നോക്കൂ, ഇൻട്രസ്റ്റ് എമൗണ്ട്. അവിടെ 0 എന്ന് അടിച്ചാൽ മതി. ഓക്കെ, 0 എന്ന് അടിക്കുക. തൊട്ട് താഴെ എന്ത് കൊടുക്കുക? നമ്മൾ സേവ് കൊടുക്കുക, സേവ് ബട്ടൺ കൊടുക്കുക. ഇതാണ് ലോൺ സെറ്റിൽമെന്റിലെ ആദ്യമായിട്ട് ഫില്ല് ചെയ്യുന്ന പേജ്. ഇതാണ്. ബാങ്ക് അക്കൗണ്ട് സെലക്ട്, നിങ്ങളുടെ യൂണിറ്റിന്റെ ബാങ്ക് അക്കൗണ്ട് മുകളിൽ സെലക്ട് ചെയ്തു. ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ക്യാഷ് സെലക്ട് ചെയ്തു. വൗച്ചർ ഡേറ്റ് എന്നാണോ, ഏത് വർഷമാണ് ഫണ്ട് ലഭിച്ചതെങ്കിൽ ആ ഫണ്ട് ലഭിച്ച വർഷത്തെ ഡേറ്റ് തന്നെ ഇട്ടാലായിരിക്കും മിക്കവാറും കമ്പ്യൂട്ടർ സമ്മതിക്കുക. അതല്ലെങ്കിൽ ഇത് ലോജിക് ആവില്ല. ഈ വർഷമാണ് ഫണ്ട് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ വർഷത്തെ ഡേറ്റ് കൊടുത്ത കമ്പ്യൂട്ടറിനെ അപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങളുടെ ശരിക്കുമുള്ള ലോൺ തുക അവിടെ അടിച്ചു കൊടുക്കുക. ഇൻട്രസ്റ്റ് അടിച്ചു കൊടുക്കുന്നിടത്ത് 0 അടിച്ചു കൊടുത്താൽ മതിയാവും. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ, നിങ്ങൾ സേവ് ചെയ്തത് കറക്റ്റായി ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വൗച്ചർ നമ്പർ തരും. 2017-18 വൗച്ചർ നമ്പർ 6 ആണ് എന്ന് പറഞ്ഞ ഒരു വൗച്ചർ നമ്പർ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് നിങ്ങൾ ചെയ്തത് കറക്റ്റായി എന്നർത്ഥം. ഓക്കെ, സേവ് ആയി. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകേണ്ടത് നിങ്ങൾ ചെയ്തത് കാണണമെങ്കിൽ DO ലോഗിനിലാണ് നിങ്ങൾ കയറിയിട്ടുള്ളത്. നിങ്ങൾ പ്രോഗ്രാം ഓഫീസർ എന്ന പദവിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടി ചെയ്തു വെച്ചത് ഇത് ശരിയായോ, സേവ് ആയോ, ക്രിയേറ്റ് ആയോ, അറിയാലോ, ക്രിയേറ്റ് ആയോ എന്ന് അറിയണമെങ്കിൽ ഒരിക്കൽ കൂടി ആ സ്റ്റെപ്പ് നോക്കുക. മൈ ഫണ്ടിലെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, നേരത്തെ മാനേജ് എടുത്തത്, മാനേജിന് തൊട്ട് താഴെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം മാനേജ് റീഫണ്ട് സെറ്റിൽമെന്റ്, എന്ന ഏരോ ഇട്ടിട്ടുണ്ട്. താഴത്തേക്കുള്ള ഏരോ നോക്കൂ, മാനേജ് റീഫണ്ട് സെറ്റിൽമെന്റ്. അതെടുത്ത് നോക്കിയാൽ മതി. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 45 മോളിക്കുള്ള ഏരോ നോക്കൂ, അവിടെ ക്രിയേറ്റഡ് എന്ന് കാണാം. 45,000 രൂപയുടെ ലോൺ സെറ്റിൽമെന്റ് ക്രിയേറ്റഡ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇത്രയും വർക്ക് നമുക്ക് ലോൺ സെറ്റിൽമെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ചെയ്തത്. നമുക്ക് ഏത് ലോണാണോ സെറ്റിൽ ചെയ്യേണ്ടത് ആ വർഷം കയറി ആ ലോൺ എടുത്തു, അതിനെന്ത് കൊടുത്തു? സെറ്റിൽ ചെയ്യാനുള്ള തുക കൊടുത്തു. തുക കൊടുത്ത് എന്ത് ചെയ്തു? അതിനെ സേവ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു എന്ന് അർത്ഥം. ഓക്കെ, ഇനി പുറത്തേക്ക് ലോഗ് ഔട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. ഈ ലോൺ സെറ്റിൽമെന്റിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ബാക്കിയുള്ള എല്ലാ വർക്കും DO ചെയ്യുന്നു, DA അപ്രൂവ് ചെയ്യുന്നു. DO ലോഗിനിൽ ചെയ്യുന്നു, DA ലോഗിനിൽ അപ്രൂവ് ചെയ്യുന്നു. പക്ഷെ ലോൺ സെറ്റിൽമെന്റിൽ ഒരു വ്യത്യാസമുണ്ട്. ലോൺ സെറ്റിൽമെന്റിനെ അപ്രൂവ് ചെയ്യാനുള്ള അധികാരം ഏത് ലോഗിന് മാത്രമേ ഉള്ളൂ? ADM ലോഗിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരിക്കൽ കൂടി പറയുന്നു, ലോൺ സെറ്റിൽമെന്റിന്റെ പ്രത്യേകത, PFMS പ്രത്യേകത, ലോൺ സെറ്റിൽമെന്റിന്റെ അവസാന വാക്ക്, ലോൺ സെറ്റിൽമെന്റ് അപ്രൂവ് ചെയ്യാൻ ഏത് ലോഗിനിൽ കയറിയിട്ട് കാര്യമില്ല? DA ലോഗിനിൽ കയറിയിട്ട് കാര്യമില്ല. ഏത് ലോഗിനിൽ തന്നെ കയറണം? ADM ലോഗിനിൽ തന്നെ കയറണം. അപ്പൊ നമ്മൾ ലോഗ് ഔട്ട് ചെയ്തു. എന്ത് ചെയ്തു? സെറ്റിൽ ചെയ്യാനുള്ള ലോണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. ഇനി ആരായിട്ട് കയറാൻ പോവാണ്? ADM ലോഗിനിൽ കയറാൻ പോവാണ്. വർഷം സെലക്ട് ചെയ്യുക, ഏത് വർഷത്തെ ലോണാണോ ആ വർഷത്തെ സെലക്ട് ചെയ്യുക, ADM ലോഗിനിൽ കയറുക. അത് അവിടുത്തെ മാനേജ്മെന്റിന്റെയോ പ്രിൻസിപ്പലിന്റെ കയ്യിലായിരിക്കാം പാസ്വേഡ്. അത് ചോദിച്ചിട്ട് ADM ലോഗിൻ ചെയ്യുന്നത് നന്നായിരിക്കും.
ADM ലോഗിൻ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം ആ കോളേജിലെ ഒരു സ്കീം മാത്രമാണ് NSS. സ്കീം സെലക്ട് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ശ്രദ്ധിക്കണം. ഏതാ വഴി? പ്രിൻസിപ്പൽ ആയിട്ട് നിങ്ങൾ കയറി ADM ആയിട്ട് കയറുകയാണ്. ADM ആയി കയറിയാൽ സ്റ്റെപ്പ് ഒന്നും വ്യത്യാസമല്ല കേട്ടോ, സെയിം സ്റ്റെപ്പിലൂടെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ഓർമ്മ ഉണ്ടാവും. മൈ ഫണ്ടിലെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിലെ മാനേജ് റീഫണ്ട് സെറ്റിൽമെന്റ്. താഴത്തേക്കുള്ള ഏറെ നോക്കൂ. ആ സ്റ്റെപ്പ് ഒന്നും കൂടി ക്ലിയർ ആക്കാണ്. മൈ ഫണ്ട് പോവുക, ഇൻകം ഫ്രം അതർ സോഴ്സസ് എടുക്കുക, അതിലെ മാനേജ് റീഫണ്ട് സെറ്റിൽമെന്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോണുകളെല്ലാം കയറി വരും. നേരത്തെ പോലെ ലോണുകൾ കയറി വരും. നമ്മുടെ സെറ്റിൽ ചെയ്യാനുള്ള ലോണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കിടക്കുന്നു. മുകളിലേക്കുള്ള ഏറെ നോക്കൂ, അവിടെ കണ്ടോ സ്റ്റാറ്റസ്, റീഫണ്ട് സ്റ്റാറ്റസിൽ എന്ത് കാണിക്കുന്നുണ്ട്? ക്രിയേറ്റഡ്. 45,000 രൂപ ക്രിയേറ്റഡ്, സെറ്റിൽ ചെയ്യാൻ തയ്യാറായിട്ട് കിടക്കുന്നുണ്ട്, നമ്മുടെ അനുവാദത്തിന് വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഉടനടി എന്ത് ചെയ്യുക? ആ ലോണ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇടതുവശത്തെ ചുവന്ന ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ലോണാണോ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലോണിന്റെ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഇങ്ങനെ വരും. എല്ലാ നേരത്തെ അടിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും കയറി വരും. അടിയിൽ എന്ത് കാണാം നിങ്ങൾക്ക്? അപ്രൂവൽ, സബ്മിറ്റ് ഫോർ അപ്രൂവൽ. ഓക്കെ, സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കാം. സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ നേരത്തെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ആരാ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മാനേജർ. അത് എന്ത് ചെയ്യാൻ പോവാണ്? ADM എന്ത് ചെയ്യാൻ പോവാണ്? സബ്മിറ്റ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ നേരത്തെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ, ഡേറ്റ് കൊടുത്തതോ എമൗണ്ട് കൊടുത്തതോ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഈ സ്റ്റെപ്പിലുണ്ട്. താഴെ നിങ്ങൾക്ക് കാണാം എന്ത് കാണാം? എഡിറ്റ് ബട്ടൺ കാണാം. ഇടതുഭാഗത്ത് എഡിറ്റ് ബട്ടൺ കാണാം. തുടങ്ങുന്ന ബട്ടൺ തന്നെ എഡിറ്റ് ബട്ടൺ ആണ്. ആ എഡിറ്റ് ബട്ടൺ ഇപ്പോഴും ഉപയോഗിക്കാം. ഡേറ്റ് മാറ്റുന്നതിനും എമൗണ്ട് മാറ്റുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്നും മാനേജർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൾക്ക് അല്ലെങ്കിൽ ADM-ന് അധികാരം ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്മിഷൻ കൊടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോയി ബട്ടൺ മാറി വന്നു. അടുത്ത എന്താണ്? അപ്രൂവ് ബട്ടൺ ആണ്. അപ്രൂവ് ബട്ടൺ അമർത്ത, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, ഇനി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ല, നേരത്തെ ഡീറ്റെയിൽസ് തന്നെ വീണ്ടും നിങ്ങളെ എഴുതി കാണിക്കും. എന്ത് കൊടുക്കുക? അപ്രൂവ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടണും അപ്രൂവ് ബട്ടണും ADM തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ റിമാർക്സ് നിങ്ങൾക്ക് കൊടുക്കാം. ലോൺ സെറ്റിൽഡ്, നിങ്ങൾ ലോൺ സെറ്റിൽമെന്റ് ആണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ലോൺ സെറ്റിൽ ചെയ്തു, ഇന്ന വർഷത്തെ ലോൺ ഇത്ര രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു, നാളെ വേറൊരാൾ നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലാവുന്ന ഭാഷയിൽ അവിടെ ഒരു നരേഷൻ കൊടുക്കുന്നത്, റിമാർക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇങ്ങനെ കാണിക്കും. ആ ലോൺ ഏതാണോ നിങ്ങൾ ലോൺ സെറ്റിൽ ചെയ്തത് അതിന്റെ അവിടെ എന്ത് എഴുതി കാണിക്കും? റിസീവ്ഡ് സ്റ്റാറ്റസിന്റെ അവിടെ എന്ത് കാണിക്കും? സെറ്റിൽഡ് എന്ന് കാണിക്കും. റീഫണ്ട് സ്റ്റാറ്റസിന്റെ അവിടെ എന്ത് കാണിക്കും? അപ്രൂവ്ഡ്. സെറ്റിൽമെന്റ് എന്തായി? അപ്രൂവ്ഡ് ആയി. നേരത്തെ ലോൺ, നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ലോൺ ഈ വർഷം എന്ത് ചെയ്തു? സെറ്റിൽ ചെയ്തു. 45,000 ലോണായിരുന്നു. 45,000 ലോണായിരുന്നു. ആ ലോൺ പൂർണ്ണമായിട്ടും നമ്മൾ സെറ്റിൽ ചെയ്തു. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 45,000 രൂപയുടെ ലോൺ പാർഷ്യലി നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. 45,000 രൂപ ലോൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി 20,000 തന്നിട്ടുള്ളെങ്കിൽ ആ 20,000-ഓളം വെച്ചിട്ട് അതിനെന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ എമൗണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ 20,000 അടിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇതാണ് ലോൺ സെറ്റിൽമെന്റിന്റെ പ്രധാനപ്പെട്ട. അപ്പൊ ലോൺ സെറ്റിൽമെന്റിന് 2 ലോഗിൻ ആണ് വേണ്ടത്. ഒന്ന് DO ലോഗിൻ, മറ്റൊന്ന് ADM ലോഗിൻ. തെറ്റരുത്. DO ലോഗിൻ സാധാരണ എന്താ നമ്മൾ ചെയ്യാറ്? DO ലോഗിനും DA ലോഗിനും ആണ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ പ്രധാനം ലോൺ സെറ്റിൽമെന്റിന് DO ലോഗിനും ADM ലോഗിനുമാണ് പ്രധാനമായിട്ടും വേണ്ടത്. DO ലോഗിനിൽ കയറി ക്രിയേറ്റ് ചെയ്യുന്നു, ADM ലോഗിനിൽ കയറി സബ്മിറ്റ് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളും പൂർത്തിയാക്കുന്നതോടുകൂടി ആ ലോൺ എമൗണ്ട് പൂർണ്ണമായിട്ടും സെറ്റിൽഡ് ആയിട്ട് കാണിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ അക്കൗണ്ടിലെ എമൗണ്ട് ബാലൻസ് എന്ത് ചെയ്യുന്നതായിട്ട് കാണും? കുറഞ്ഞു വരുന്നതായിട്ട്. ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങളുടെ ബാലൻസ് കുറച്ച് വരും. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എമൗണ്ട് കൂടി നിൽക്കുന്നു എങ്കിൽ ലോൺ സെറ്റിൽ ചെയ്യുന്നതോടുകൂടി ആ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എവിടെ പോയാലാ കാണാൻ പറ്റുക? എവിടെ പോയാലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നോക്കുക? നേരത്തെ 2 മാർഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണണമെങ്കിൽ എക്സ്പെൻസിൽ കയറി നോക്കിയാൽ മതി. പുതിയൊരു എക്സ്പെൻസ് ഇടാൻ വേണ്ടി ആഡിന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. 2 മെത്തേഡും ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ റിപ്പോർട്ട് എടുത്ത് നോക്കുക. റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക,
റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്ന് രാത്രി ചെയ്ത വർക്കാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലേക്ക് നോക്കിയാൽ മതി. എന്നാലേ സെർവർ അപ്ഡേറ്റ് ആവുള്ളൂ. നമ്മൾ ചെയ്ത വർക്കിന്റെ റിസൾട്ട് PFMS-ൽ കാണണമെങ്കിൽ ഒരു ന്യൂനത നിലനിൽക്കുന്നത് 48 മണിക്കൂറെങ്കിലും 24 മണിക്കൂറെങ്കിലും മിനിമം വേണം അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വരാൻ. അപ്പൊ നമ്മളൊരു സാധനം ചെയ്തു ഉടനടി അപ്പൊ തന്നെ റിപ്പോർട്ട് എടുത്ത് നോക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് സാർ പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് എടുത്ത് നോക്കണം. അപ്പൊ തന്നെ റിപ്പോർട്ട് എടുത്ത് നോക്കി അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ പെട്ടെന്ന് എടുത്ത് നോക്കാവുന്നത് എക്സ്പെൻസിൽ കയറിയിട്ട് ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിൽ ബാലൻസ് എത്ര കുറഞ്ഞോ കൂടിയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുക, ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നതായിരിക്കും നന്നായിരിക്കും. അപ്പോഴേക്കും അത് അപ്ഡേറ്റ് ആയിട്ട് റിപ്പോർട്ടായിട്ട് വരുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു ന്യൂനത PFMS-ൽ നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്തത് ചില സമയത്ത് ഇങ്ങനെ വരാം. നമ്മള് എന്താ ടീച്ചറെ? ഞാൻ പ്രചോദനികേതൻ കോളേജിലെ NSSPU ആണ്, സൗമ്യ. സാറേ ഞാൻ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 17-18 ഞാൻ ഡൗട്ട് ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ സാർ? ചോദിച്ചോളൂ. ഈ ഇതിന്റെ ഇപ്പോ ഈ ലാസ്റ്റത്തെ സാറ് പറഞ്ഞില്ലേ നമ്മള് ഈ അപ്രൂവ് ചെയ്യാനായിട്ട് ADM-ൽ ലോഗിൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ സാറ്. അപ്പൊ ADM-ൽ ലോഗിൻ ചെയ്യുമ്പോഴേ നമ്മള് ഈ സെയിം പ്രൊസീജിയർ എടുക്കുമ്പോ അതില് ലാസ്റ്റ് പറഞ്ഞ ആ സ്റ്റെപ്പിലെ ഇത് അവിടെ ഐക്കൺ വരുന്നില്ല. ആഡ് ന്യൂ സെറ്റിൽമെന്റ്, റിവേഴ്സൽ ബാക്ക്, ഇത് 3 കാണുന്നുള്ളൂ. വർഷം മാറിക്കറിയോ? 17-18. ഈ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോൺ അവിടെ കിടക്കുന്നുണ്ടോ? കിടക്കുന്നുണ്ട് സർ. ആ ലോൺ ക്ലിക്ക് ചെയ്തോ? ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോ അപ്രൂവ്ഡ്, സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോ ആ ഫസ്റ്റ് സെക്ഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ടീച്ചർ. ഞാൻ ഒന്നും ചെയ്യാനില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഓക്കെ ആണ്, ഓൾറെഡി ഡൺ. യെസ്. ക്രിയേറ്റഡ് ആണോ സബ്മിറ്റഡ് ആണെങ്കിൽ മാത്രമാണ് ടീച്ചർക്ക് അവിടെ ഇനി ഫർദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ടീച്ചറുടെ വർക്ക് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ശരി. ലോൺ സെറ്റിൽമെന്റില് മറ്റൊരു തടസ്സം വരുന്നത് ഈ ടീച്ചർ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. പെട്ടെന്ന് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. PFMS-ലെ 3 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ മിനിമം പോകണം. ക്രിയേറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. നമ്മൾ ഏത് ചെയ്യുമ്പോഴും ആ ഐറ്റം ഏത് സ്റ്റാറ്റസിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ക്രിയേറ്റ് ചെയ്യുമ്പോഴാണോ, സബ്മിഷൻ സ്റ്റേജിലാണോ, അപ്രൂവ് സ്റ്റേജിലാണോ? ടീച്ചർ ഇപ്പൊ പറഞ്ഞാൽ അപ്രൂവൽ കഴിഞ്ഞു, അപ്പോൾ അതിന്റെ ഇഫക്റ്റ് ആയി കഴിഞ്ഞു, PFMS-ൽ ആയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നർത്ഥം. ഓക്കെ, മറ്റൊരു കാര്യം, സ്ക്രീനിൽ കാണുന്നത് ചില സമയത്ത് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. മുകളിൽ എഴുതി കാണിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രിൻസിപ്പൽ ഇൻകം ഈസ് മോർ ദാൻ ആക്ച്വൽ ഇൻകം. ലോൺ സെറ്റിൽ ചെയ്യാൻ നമ്മൾ പോയി, ലോൺ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ PFMS-ൽ അതിന് തക്കതായ ബാലൻസ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ലോൺ എത്രത്തോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, ലോൺ നമ്മൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് PFMS-ലെ അത്ര ബാലൻസ്, പര്യാപ്തമായ ആക്ച്വൽ ഇൻകം അത്ര ഇല്ല എന്നൊരു അർത്ഥത്തിലാണ് ഇത് എഴുതി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി അത് പരിശോധിക്കണം. എന്താണ് അങ്ങനെ കാണിക്കാനുള്ള ഒരു കാരണം? സഫീഷ്യന്റ് ബാലൻസ് ഇല്ലേ? ഞാൻ ഈ ഫണ്ട് നേരത്തെ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിച്ചോ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഫണ്ട് വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ലോൺ എന്താ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത്? ലോൺ തിരിച്ചടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണമല്ലോ. അതിന് ഫണ്ട് ഇല്ല എന്നാണ് ഇങ്ങനെ ഒരു സൂചനയായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നത്. പരിശോധിച്ചിട്ട് ചെയ്യാം. മറ്റൊരു കാര്യം വരുന്നത്, ചിലപ്പോ ഇങ്ങനെ പ്രിൻസിപ്പൾ ADM ലോഗിനിൽ കയറിയിട്ട് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡിനൈ ചെയ്യുന്നത് കാണാം. ഇത് പ്രിൻസിപ്പൾ കയറുമ്പോഴല്ല, പ്രാഥമികമായി നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ, അതായത് പ്രോഗ്രാം ഓഫീസർ DO ലോഗിനിൽ കയറിയിട്ട് ലോൺ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആക്സസ് ഡിനൈഡ് എന്ന് കാണിക്കാം. അതിന്റെ അർത്ഥം ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ്, നമ്മൾ ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതായ ബഹുഭൂരിപക്ഷം അതായിരിക്കും കാരണം വരിക. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോൺ സെറ്റിൽമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്സസ് ഡിനൈഡ്. നേരെ ADM ലോഗിനിൽ കയറി കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ 2 തടസ്സങ്ങളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ലോൺ സെറ്റിൽമെന്റിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഈ 2 തടസ്സങ്ങളാണ്. ഈ രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി തെറ്റ് തിരുത്തുന്നതിലെ മറ്റൊരു ഭാഗമാണ്
ഞാൻ ലോണിനെ കുറിച്ചാണ് പറഞ്ഞത്, ലോൺ സെറ്റിൽമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് റിവേഴ്സലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് തെറ്റുപറ്റി, ആ എൻട്രി ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിരുന്നു, അതല്ലെങ്കിൽ നമുക്ക് തെറ്റായ എൻട്രി ആയിരുന്നു, അത് ക്രിയേറ്റ് ചെയ്തു ഞാൻ തെറ്റായി, അത് ഞാൻ സബ്മിറ്റ് ചെയ്തു അതും തെറ്റായി, അത് ഞാൻ അപ്രൂവും ചെയ്തു. ക്രിയേറ്റ് ചെയ്താൽ കുഴപ്പമില്ല, അത് ഇഫക്റ്റ് കാണില്ല. സബ്മിറ്റ് ചെയ്താലും ആ സ്റ്റെപ്പ് കഴിഞ്ഞാലും അതിന്റെ ഇഫക്റ്റ് PFMS-ൽ വരികയില്ല. അതേസമയം അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ PFMS-ൽ അതിന്റെ ഇഫക്റ്റ് ആയി. അത് ഏത് ഐറ്റം ആയാലും, PFMS-ൽ ഏത് ഐറ്റം ആയാലും ഈ 3 സ്റ്റെപ്പിലൂടെ പൂർണ്ണമായും കടന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഇഫക്റ്റ് അക്കൗണ്ടിൽ വന്നു എന്നർത്ഥം. അങ്ങനെ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു തെറ്റ് തിരുത്തണമെങ്കിൽ നിങ്ങൾ ആ ചെയ്ത വർക്കിനെ റിവേഴ്സ് ചെയ്യുക. ആ ചെയ്തു വെച്ച അതേ ട്രാൻസാക്ഷനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. അപ്പൊ ഓരോ ഐറ്റത്തിന്റെ അടിയിലും, അത് ലോൺ ആയിക്കൊള്ളട്ടെ, എക്സ്പെൻസ് ആയിക്കൊള്ളട്ടെ, ഏത് ഐറ്റം ആയിക്കോട്ടെ, അതിന്റെ അടിയിൽ കൺസേൺഡ് ഐറ്റം ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിന്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് കാണാം, റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഓക്കെ, അപ്പൊ അങ്ങോട്ട് എങ്ങനെ പോയി അതേപോലെ തന്നെ തിരിച്ചു വരാം. എങ്ങനെയാ? റിവേഴ്സൽ ക്രിയേറ്റ്, റിവേഴ്സൽ സബ്മിറ്റ്, റിവേഴ്സൽ അപ്രൂവ്. നേരത്തെ പറ്റിയ തെറ്റിനെ വേരോടുകൂടി നമുക്ക് പറിച്ചു കളയാം. ലോൺ ആയിക്കൊള്ളട്ടെ, ലോണിന്റെ കാര്യത്തിലായിക്കോട്ടെ, എക്സ്പെൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ. ഇപ്പോൾ ഓരോ വർഷത്തെ പരിശോധിക്കുന്ന സമയത്ത് ഒരു തെറ്റ് സംഭവിച്ചല്ലോ, അത് ഞാൻ എന്ത് ചെയ്യും എന്ന്, അത് ചില പ്രശ്ന ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, എന്നാലും പ്രായോഗികമായി ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. തീർത്തും ആധികാരികമാണോ എന്നൊന്നും അതൊന്ന് എന്നെ സംബന്ധിച്ചോളം അറിയില്ല. പക്ഷെ നമ്മൾ പ്രോഗ്രാം ഓഫീസേഴ്സിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ പറയുന്നത് റിവേഴ്സൽ ആണ്. ലോൺ അറിയാതെ ഇട്ടുപോയി മാഷെ, അത് ക്രിയേറ്റും ചെയ്തു, സബ്മിറ്റും ചെയ്തു, അപ്രൂവും ചെയ്തു. എക്സ്പെൻസ് കയറിപ്പോയി മാഷെ, എക്സ്പെൻസ് ക്രിയേറ്റും ചെയ്തു, സബ്മിറ്റും ചെയ്തു, അപ്രൂവും ചെയ്തു. അതാണ് ഈ ഇഫക്റ്റിൽ കാണിക്കുന്നത്. റിപ്പോർട്ടിൽ അതാണ് ഇതിന് കാരണം എന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരുത്തുവാനുള്ള, തിരിച്ചു പിടിക്കുവാനുള്ള, വേരോട് കൂടി പറിച്ചു കളയാനുള്ള ഒരു മാർഗമാണ് റിവേഴ്സൽ. എങ്ങനെ റിവേഴ്സൽ ചെയ്യാം എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ, നോക്കൂ, ഏത് ഐറ്റം ആണോ, ഇപ്പൊ ലോൺ ആണെങ്കിൽ ലോൺ, എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് റിവേഴ്സ് പറയാം. താഴെ റിവേഴ്സ് ബട്ടൺ ഉണ്ടാവും. ആ റിവേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും, റിവേഴ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് റിവേഴ്സ് ചെയ്യുന്നതിന് കാരണം അവിടെ കാണിക്കണം. ഞാൻ അവിടെ അടിച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേഷൻ ഫൗണ്ട് റെക്ടിഫൈഡ് എന്നാണ്. ഡ്യൂപ്ലിക്കേഷൻ അടിച്ചത് ഡ്യൂപ്ലിക്കേഷൻ എൻട്രി ആയിരുന്നു, അത് റെക്ടിഫൈ ചെയ്യാൻ ഞാൻ പോവുകയാണ് എന്നാണ്. അപ്പൊ താഴെ കാണിക്കുന്ന റിവേഴ്സൽ ഡേറ്റ് ചോദിക്കും നിങ്ങളോട്. റിവേഴ്സൽ ഡേറ്റ് ചോദിക്കും. ഇവിടെയാണ് ഒരു കോംപ്ലിക്കേഷൻ നിലനിൽക്കുന്നത്. റിവേഴ്സ് ചെയ്യാം. റിവേഴ്സൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ ആ ലോൺ ഇട്ട ഡേറ്റിന്റെ തൊട്ടടുത്ത ദിവസം ഡേറ്റ് ഇട്ടു, അതല്ലെങ്കിൽ എക്സ്പെൻസ് ചെയ്തതിന്റെ പിറ്റേ ദിവസത്തെ ഡേറ്റ് ഇട്ടാലൊന്നും ചിലപ്പോൾ കമ്പ്യൂട്ടർ സമ്മതിച്ചു കൊള്ളണം എന്നില്ല. റിവേഴ്സൽ ഡേറ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്നായിരിക്കും ആ വർക്ക് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്തത്, എന്നായിരിക്കും ഞാൻ ആ വർക്ക് ഏകദേശം ഏതെങ്കിലും ക്യാമ്പിൽ വെച്ചിട്ടാണോ, ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമിൽ വെച്ചിട്ടാണോ, വീട്ടിൽ വെച്ചിട്ടാണോ, കോളേജിൽ വെച്ചിട്ടാണോ, ഏകദേശം ആ ഡേറ്റിലേക്ക് വന്നാലാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത ഡേറ്റ് ഒരു മെഷീൻ ഡേറ്റ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതുവരെ കണ്ടതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് റിവേഴ്സൽ ഡേറ്റ് ഇടുമ്പോൾ ലോൺ ഇട്ട ഡേറ്റോ, അതല്ലെങ്കിൽ അത് വൗച്ചർ ഡേറ്റോ, അതല്ലെങ്കിൽ എക്സ്പെൻസിന്റെ ഡേറ്റോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റോ, സബ്മിറ്റ് ചെയ്ത ഡേറ്റോ, അപ്രൂവ് ചെയ്ത ഡേറ്റോ ഒന്നുമല്ല, കമ്പ്യൂട്ടറിൽ നമ്മൾ എന്നാ വർക്ക് ചെയ്തു എന്ന ഡേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഡേറ്റ് ഇങ്ങോട്ട് പിന്നോക്കം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സൽ ചിലപ്പോൾ അംഗീകരിക്കും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നതിനെ കുറിച്ചാണ് പറയുന്നത്, റിവേഴ്സലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു എൻട്രി നമ്മൾ തിരിച്ചു കളയുന്നതിന് വേണ്ടി റിവേഴ്സൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിവേഴ്സൽ 3 സ്റ്റെപ്പിലൂടെ പോകണം. റിവേഴ്സൽ ക്രിയേറ്റ്, റിവേഴ്സൽ സബ്മിറ്റ്, റിവേഴ്സൽ അപ്രൂവ്. ഓക്കെ, അതിൽ റിവേഴ്സൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷയം ഡേറ്റിന്റെ വിഷയമാണ്. ഡേറ്റ് പിന്നിലേക്ക് വലിച്ചിടേണ്ടി വരും. എന്നാണോ നിങ്ങൾ ആ വർക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്ത് അതിന്റെ മെഷീൻ ഡേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് ഇതുവരെ കാണാൻ സാധിച്ചത്. അപ്പൊ അത് റിവേഴ്സൽ ഡേറ്റ്, ആ ഡേറ്റ് ക്രമീകരിച്ചിട്ടാൽ മാത്രമേ ക്രിയേഷൻ പോസിബിൾ ആവുള്ളൂ. ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് എങ്ങനെ എഴുതി കാണിക്കും, സ്ക്രീൻ നോക്കൂ, ഇങ്ങനെ എഴുതി കാണിക്കും, അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കും. റിവേഴ്സൽ ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കില്ല.
create reversal date should be between approved date and today date. ഇന്നത്തെ ഡേറ്റിനും അപ്രൂവ് ചെയ്ത ഡേറ്റിനും ഇടയിലായിരിക്കണം എന്ന് കാണിക്കും. അപ്രൂവ് ചെയ്ത ഡേറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഡേറ്റ് ആണ്, ആ ഡേറ്റിന്റെ ഇന്നത്തെ ഡേറ്റിന്റെ ഇടയിലായിരിക്കണം എന്ന്. പരമാവധി മുന്നിലേക്കുള്ള ഡേറ്റുകൾ നോക്കുക, പിന്നിലേക്ക് വല്ലാതെ വലിക്കരുത്. കാരണം നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റിവേഴ്സ് അംഗീകരിക്കും. പക്ഷെ പരമാവധി കഴിഞ്ഞ വർഷത്തെ വർക്കൊക്കെ ആണെങ്കിൽ പരമാവധി നമ്മൾ എന്നാണ് വർക്ക് ചെയ്തതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ആ ഡേറ്റ് ഇട്ട് കൊടുത്താൽ കമ്പ്യൂട്ടർ അത് സ്വീകരിക്കും. ഇതാണ് വരാവുന്ന ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിൽ വരാവുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, സംശയം ചോദിച്ചോട്ടെ സാറേ, റിവേഴ്സൽ ബട്ടൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അത് എടുത്തിട്ട് അതിൽ റിവേഴ്സൽ ബട്ടൺ ഇല്ല. ഏത് ഐറ്റത്തിനായിരിക്കും ടീച്ചറെ? 2018-19 ഞാൻ ഇട്ടത് ഒരു 400 രൂപ കൂടിപ്പോയി, 44,500 കൂടുതൽ എമൗണ്ട് കൂടിപ്പോയി. അപ്പൊ ഞാൻ റിവേഴ്സ് ഡിഒ ലോഗിൻ എടുത്ത് എക്സ്പെൻഡിച്ചർ ഇതെടുത്ത് മാനേജ് എടുത്ത് നോക്കിയിട്ട് അതിന്റെ അകത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ വർഷം കയറിയതിന്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ ADM ലോഗിനിൽ ഒന്ന് കയറി നോക്കും. റിവേഴ്സൽ ബട്ടൺ ഉണ്ടാവും, അതല്ലെങ്കിൽ അത് ഒന്നുകിൽ അത് ക്യാൻസൽ ആയിട്ട് പോയിട്ടുണ്ടാവും. റിവേഴ്സ് എന്ത് സാധനം ചെയ്യുമ്പോഴും ആ ഐറ്റത്തിന്റെ വലത്തെ അറ്റത്ത് അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുക. അപ്രൂവ്ഡ് ആണോ, ചിലപ്പോൾ അത് ക്രിയേഷനിൽ നിൽക്കുമോ ടീച്ചറെ? അപ്രൂവ്ഡ് ആണ് കാണിക്കുന്നത്, സബ്മിറ്റഡ് ആണ് കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5-ാം തീയതി ചെയ്തതാണ്. അപ്രൂവ്ഡ് ആണോ? അത് ടീച്ചർ റിവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സബ്മിറ്റഡ് ആണ്, 3 എണ്ണം ഉണ്ട്, അതിൽ സബ്മിറ്റഡ് ഇഫക്റ്റ് ആവില്ല, അപ്രൂവ്ഡ് ആയാലേ ഇഫക്റ്റ് ആവുള്ളൂ. ഓ ശരി ശരി. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിയേറ്റഡോ സബ്മിറ്റഡോ PFMS-നെ ബാധിക്കുന്നില്ല, അത് പകുതി വേവാണ്. പോയിന്റ് ആണ്. അപ്രൂവ്ഡ് ആയാൽ മാത്രമേ നമ്മൾ ബോധർ ചെയ്യുള്ളൂ. അപ്രൂവ്ഡ് ആയെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്രൂവ്ഡ് ആയാൽ മാത്രമേ നമ്മൾ റിവേഴ്സ് ചെയ്യണ്ടു. അപ്രൂവ്ഡ് ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ബട്ടൺ കാണിക്കുന്നു. ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമ്മൾ നേരത്തെ ടീച്ചർ ചോദിച്ച പോലെ തന്നെ ഒരു അവസ്ഥയാണ്. അതായത് ഏത് ഐറ്റം നമ്മൾ ഈ വക കാര്യങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റാറ്റസ്, നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കണം. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ ബോധർ ചെയ്യേണ്ട, അപ്രൂവ്ഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. അതിന്റെ ഇഫക്റ്റ് അപ്പോഴേ PFMS-ൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുള്ളൂ. അപ്രൂവ്ഡ് ആണെങ്കിൽ അതിനെ തിരിച്ച് പിൻവലിക്കാൻ നിങ്ങൾക്ക് റിവേഴ്സൽ ബട്ടൺ ഉപയോഗിക്കാം. ചില ഐറ്റംസിന് റിവേഴ്സൽ ബട്ടൺ ADM-ന്റെ ഫീച്ചറായിട്ട് മാത്രമേ കണ്ടുവരുന്നുള്ളൂ. അത് നിലവിൽ നമുക്ക് അങ്ങനെ ബാധിക്കുന്നില്ല ചില ഐറ്റംസിൽ. പക്ഷെ ഇതിപ്പോ ടീച്ചറുടെ ആ സബ്മിറ്റഡ് പോർഷനിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് റിവേഴ്സൽ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തേക്ക് പോവാം. ഇപ്പൊ ഇത് റിവേഴ്സൽ ഇൻകം നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, റിവേഴ്സല് വന്നു. ഇതാണ് പ്രധാനമായും 2 കാര്യങ്ങൾ നമുക്ക് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന് ലോൺ സെറ്റിൽമെന്റും പിന്നെ തെറ്റ് തിരുത്തുന്നതും. ഇത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഈ തെറ്റ് തിരുത്തുന്നതില് പ്രധാനമായും ഉദ്ദേശിച്ച 2 കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഒന്ന് ലോൺ സെറ്റിൽമെന്റും അതേപോലെ തന്നെ റിവേഴ്സൽ. ഈ 2 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തെറ്റിതിരുത്താം. ബേസിക് ആയ കാര്യങ്ങൾ അന്ന് ചെയ്ത ക്ലാസിന്റെ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഈ ഏത് തെറ്റിതിരുത്താൻ പോകുന്ന സമയത്തും തെറ്റിതിരുത്താൻ പോകുന്ന ആൾക്ക് മൊത്തം ഈ 3 വർഷത്തെയും ഒരു പിക്ചർ മനസ്സിലുണ്ടാവുന്നത് നന്നായിരിക്കും. ഒരു ഐഡിയ മനസ്സിലില്ലാതെ വീണ്ടും അത് കയറി പണിയരുത്. കാരണം റിപ്പോർട്ടിന്റെ റിസൾട്ട് തൊട്ടടുത്ത ദിവസം കഴിഞ്ഞിട്ടേ വരിക. നിങ്ങളൊരു കാര്യം ചെയ്യും, ഉടനടി റിപ്പോർട്ട് എടുത്ത് നോക്കും, റിപ്പോർട്ടിൽ മാറ്റമില്ല, അപ്പൊ മാറ്റമൊന്നും വരുന്നില്ലല്ലോ ഈശ്വര എന്ന് കരുതി വീണ്ടും ചെയ്യും. അപ്പൊ അതിന്റെ എല്ലാ ഇഫക്റ്റ് 2 ദിവസം കഴിഞ്ഞ റിപ്പോർട്ടിൽ അത് ബബിൾ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേഷൻ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ധൃതി പിടിക്കേണ്ട. ഏത് ഐറ്റം ചെയ്ത് നോക്കിയാലും നേരത്തെ പറഞ്ഞ പോലെ ഏത് ഐറ്റം ചെയ്ത് നോക്കിയാലും പെട്ടെന്ന് ഇഫക്റ്റ് കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, തെറ്റ് തിരുത്താൻ പോണതിന് മുന്നേ തന്നെ എക്സ്പെൻഡിച്ചറിൽ ആഡ് ന്യൂ കൊടുക്കുക. ആഡ് ന്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന പോലെ ക്യാഷ് എടുത്ത് നോക്കുക, ബാങ്ക് എടുത്ത് നോക്കുക. ബാങ്ക് ബാലൻസ് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ നോക്കുക, ക്യാഷിൽ ബാങ്ക്. അപ്പൊ നമുക്കൊരു ഐഡിയ ആയി, PFMS-ൽ ഇത്ര ബാക്കിയുണ്ട്, ക്യാഷ് ആയിട്ട് ഇത്ര കിടക്കുന്നുണ്ട്, ബാങ്ക് ആയിട്ട് ഇത്ര കിടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുക, ഇത് ഈ ഐറ്റം തയ്യാറാക്കുക. യൂണിവേഴ്സിറ്റിന്ന് ഫണ്ട് എത്ര കിട്ടി, ലോൺ ഞാൻ എത്ര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ആയിട്ടാണോ ക്രിയേറ്റ് ചെയ്തത്, ബാങ്ക് ആയിട്ടാണോ ക്രിയേറ്റ് ചെയ്തത്, അപ്പുറത്ത് എക്സ്പെൻസ് ഞാൻ എത്ര ഇട്ടിട്ടുണ്ട്, എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് ഞാൻ എത്ര ഇട്ടിട്ടുണ്ട്, എക്സ്പെൻസ് ബാങ്ക് ആയിട്ട് എത്ര ഇട്ടിട്ടുണ്ട് ഒക്കെ.
ഇതൊക്കെ ചെയ്തു വെച്ചത് കാണാൻ എന്ത് നോക്കിയാൽ മതി? മാനേജ്. ഏതിൽ കയറിയാലും മാനേജ് നോക്കുക. മാനേജ് എടുത്തു കഴിഞ്ഞാൽ പഴയ സംഭവങ്ങൾ നമുക്ക് എടുത്തു നോക്കാൻ സാധിക്കും. ഇങ്ങനെയാകുമ്പോൾ ഓരോ വർഷത്തെ ബാലൻസ് തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞ് റിപ്പോർട്ടിൽ കാണും. 1-2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എടുത്തു നോക്കുക. ഏത് റിപ്പോർട്ടാ? ഏത് ലോഗിനിൽ വേണമെങ്കിൽ കയറാം. നിങ്ങൾക്ക് EAT2 റിപ്പോർട്ട്, നേരത്തെ പറഞ്ഞതാണ്. EAT2 റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ സമഗ്രമായ റിപ്പോർട്ടാണത്. EAT2 റിപ്പോർട്ട് എടുക്കുക, വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ വിൻഡോയിൽ നിന്നിട്ട് തന്നെ 2 വർഷത്തെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ താഴെ എക്സൽ ഷീറ്റിൽ വരുന്ന വ്യൂ റിപ്പോർട്ട് പറഞ്ഞിട്ട് താഴെ എക്സൽ ഷീറ്റിൽ വരുന്ന 1 എന്നത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സൽ ഷീറ്റ് ക്ലിയർ ആയിട്ട് കാണിക്കും. എത്ര വന്നു, എത്ര ലോൺ ഇട്ടു, എത്ര ബാക്കിയുണ്ട്, എത്ര ഈ വർഷം നിങ്ങൾ EAT ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തെറ്റുതിരുത്തുന്നതിന്റെ ഭാഗം. സിമ്പിൾ ആണ്. ഈ 2 മേഖലകളിൽ തെറ്റ് വന്നതായിരിക്കാം പ്രധാനപ്പെട്ട കാരണം. കൂടുതൽ പേരുടെയും ഉത്കണ്ഠ, സാറേ ഇത് എവിടെ നോക്കിയാലും അത് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും പ്രധാനപ്പെട്ട കാരണം അതും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഹോംവർക്ക് ഇതിനെ തെറ്റിതിരുത്തുന്നതിന് മുന്നേ എന്തായിരിക്കണം? ഓക്കെ, എന്തായാലും ചെയ്തു നോക്കി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇത് അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. PFMS ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യുമ്പോൾ പഴയ വർഷങ്ങളിൽ ചിലപ്പോൾ പഴയ പ്രോഗ്രാം ഓഫീസർമാർ ചെയ്തതിലുള്ള മിസ്റ്റേക്കുകളോ മറ്റു കാര്യങ്ങളോ വരുമ്പോഴാണ് അത് രൂക്ഷമായിട്ട് വരുന്നത്. എന്തായാലും ഈ സമയത്ത് നമ്മൾ ബാലൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ മൾട്ടിപ്ലൈ ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നത് കൊണ്ടായിരിക്കാം ഇത്രയും. ചില എററിനെ മറ്റൊരു എറർ കോമ്പൻസേറ്റ് ചെയ്തിട്ടും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്കത് കണ്ടെത്തണം. എന്താ ഒരു എററേ ഉള്ളൂ എങ്കിൽ ഈ ഫിഗർ അല്ലേ വരേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചിന്ത വരും. കാരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഒരു എററിനെ മറ്റൊരു എറർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു എറർ ബൈപ്പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഫിഗർ. അപ്പൊ ഓരോന്നും ഇങ്ങനെ നമ്മൾ അഴിച്ചഴിച്ച് കൊണ്ടുവന്ന് അതിന് കൃത്യമായൊരു ധാരണ നമുക്ക് മനസ്സിലുണ്ടാവണം. ഏതൊക്കെ വർഷം ഏതൊക്കെ ഫിഗർ ഞാൻ ചെയ്തു, എന്താണ് ഈ എത്ര വർഷം എത്ര വന്നു, ഇത്ര പോയി എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് പേര് ഹലോ ചോദിച്ചോട്ടെ സംശയം? സംശയം ചോദിച്ചോട്ടെ? സാറേ, ഞങ്ങള് ഫിനാൻഷ്യൽ ഇയറിൽ 2017-18 PFMSൽ 78,260 രൂപ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അക്കൗണ്ടിലേക്ക് ആ ഇയറിൽ ഒന്നും വന്നിട്ടില്ല. പക്ഷെ പിറ്റത്തെ ഫിനാൻഷ്യൽ ഇയറിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം എപ്പോഴും നമ്മൾ PFMSൽ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് PFMSൽ വന്നിട്ടുള്ളത് ബാങ്ക് പാസ്ബുക്കിലും വന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. PFMSും ബാങ്കും കാരണം ബാങ്കിന്റെ കോളേജ് ഓഫീസ് പതിപ്പാണ് PFMS. ഓക്കെ, PFMS എന്ന് വെച്ചാൽ അവര് യൂണിവേഴ്സിറ്റി ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒപ്പം തന്നെ PFMSലും വരും. അതാണ് കണക്ക്. ഓക്കെ, അപ്പൊ സാറിന്റെ PFMSൽ 1 വർഷം കഴിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു തെറ്റാണ്. എത്രയും പെട്ടെന്ന് അത് യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിലിപ്പോ റിസീവ്ഡ് ആയിട്ടാണ് എടുക്കുന്നത് സ്റ്റാറ്റസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ആവോ? കൂടുതൽ കൺഫ്യൂഷൻസ് ആവും. അത് ഒരിക്കലും റിസീവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആദ്യത്തെ ക്ലാസ് മുതലേ ഞാനും അജിത്തൻ സാറുമാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, വരവ് വെക്കുന്നതിന് മുൻപേ, കാരണം കേരളത്തിൽ ഞങ്ങൾ എല്ലാ സർവകലാശാലയും ഞങ്ങൾ രണ്ടുപേരെ ക്ലാസ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, വരവ് വെക്കുന്നതിന് മുൻപേ പാസ്ബുക്ക് നോക്കിയിരിക്കണം. നമ്മുടെ ബാങ്കിൽ ആ തുക വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടേ അതെന്ത് ചെയ്യാൻ പാടുള്ളൂ, വരവ് വെക്കാൻ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി റിസീവ് ചെയ്ത തുക റിട്ടേൺ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അത് യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ട് ചെയ്യും. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അവരുടെ ഓഫീസിൽ അറിയിക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. സോണി ടീച്ചറെ ഇവിടെ ഉണ്ട് സാർ, പറയൂ എന്താണ്? റെക്കോർഡിംഗ് കട്ടാക്കിക്കോളൂ. ഇനി ഇപ്പൊ ഡൗട്ട്സ് അല്ലേ? വേണ്ട അല്ലേ? ഡൗട്ട് റെക്കോർഡിംഗ് വേണ്ട. ഓക്കെ, റെക്കോർഡിംഗ് ഒരു സംശയം ചോദിക്കട്ടെ സാറേ. നമുക്ക് ലോണേ, ഹലോ കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. സാറേ, ലോൺ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് ലോണും, അതായത് 22,500 ആണല്ലോ നമുക്ക് സ്പെഷ്യൽ ക്യാമ്പിനും